ചോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ അനീഷ് സത്യൻ കോട്ടയം ജില്ലയിൽ പെരുവയിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് തന്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവിന്റെ ദാസൻ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ. സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് പിന്നെയും ഉപയോഗിക്കട്ടെ. ശരീരത്തെ എല്ലാം കർത്താവ് അധികമായി ബലപ്പെടുത്തട്ടെ. അനേകർക്ക് കർത്താവിന്റെ ദാസനൊരു ആശ്വാസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ദാസനെ ഏൽപ്പിക്കുന്നു, അടിയനെ ഏൽപ്പിക്കുന്നു. അങ്ങ് ഹല്ലേലൂയ. വായോടും നാവോടും എല്ലാം കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്നാട്ട് ഹല്ലേലൂയ. സിസ്റ്റത്തെയും നെറ്റ്വർക്കിനെയും എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ ദാസനെ ജീവിതാനുഭവങ്ങളെ ദൈവദാസന് ഷെയർ ചെയ്യാൻ അനുഭവം സമയമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമം ഈ മനോഹരമായിരിക്കുന്ന നല്ല സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം ദാനമായി തന്നു. വിശേഷാൽ ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ നന്ദി പറയുകയാണ്. കർത്താവിന്റെ ദാസിയോടും കർത്താവിന്റെ ദാസി ചെയ്യുന്ന മിനിസ്ട്രിയോടും ഒക്കെ അമേൻ ഈ സമയം വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവ് വിളിച്ച് ഇറക്കിയ നാൾ മുതൽ ഇന്ന് വരെയും ദൈവം വിശ്വസ്തയോടെ കർത്താവ് പരിപാലിച്ച് നടത്തി. കർത്താവിന്റെ കൃപയൊന്നും അല്ലാതെ വേറൊന്നും പറയാനും പോരാനും ഒന്നുമില്ല. സ്തോത്രം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവം വിളിച്ച് വേർതിരിച്ച കാലഘട്ടങ്ങളൊക്കെയും എന്റെ ചെറുപ്പം മുതലേ ഈ ദൈവത്തെ അറിയാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് എൻ്റെ മാതാപിതാക്കന്മാരാണ് അതിന് കാരണക്കാര്. സ്തോത്രം. അവർ ഒരു യാഥാസ്ഥിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായിരുന്നു. എന്നാൽ അവർക്ക് യേശുവിനെ അറിയുവാനുള്ളൊരു ഭാഗ്യം അവരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി കൊടുത്തു. സ്തോത്രം. വളരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അവർ സത്യദൈവത്തെ രുചിച്ചറിയുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചത്. അത് അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമായി തീർന്നു. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഓർമ്മയിൽ നിന്ന് ചിലത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ചിലത് ഞാൻ പ്രസ്താവിപ്പാന് കർത്താവ് ഞാൻ ശരണപ്പെടുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുകർത്താവിന്റെ നാമത്തില് എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വിശേഷാൽ പ്രിയ ആന്റിക്കും കുടുംബത്തിനും എന്റെ വന്ദനത്തെ ഞാൻ ക്രിസ്തുവിനുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. എന്റെ പേര് അനീഷ് സത്യന് എന്നാണ്. ഞങ്ങള് 3 മക്കളാണ്. ഞാൻ മക്കളിൽ മൂത്തയാളാണ്. എന്റെ ബ്രദർ കർത്താവിന്റെ വേലയിലാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ ആലുവ സെന്ററില് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. അവർ കളമശ്ശേരി IPCയിൽ ആയിരിക്കുന്നു. അദ്ദേഹവും ഭാര്യയും 4 മക്കളും ഉണ്ട്. പിന്നെ ഒരു പെങ്ങളുണ്ട്, കർത്തുവേലയിലാണ്. അവര് തൃശ്ശൂര് ആണ് പെങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ടൗണിൽ അവർക്ക് മനോഹരമായ ചർച്ച ഉണ്ട്. അവർക്ക് 2 പെൺകുട്ടികളാണ്. കൃപയാൽ ഞാൻ കുടുംബസ്ഥനാണ്. എനിക്ക് എന്റെ ഭാര്യയുടെ പേര് സൗമ്യ അനീഷ്. 3 മക്കളെ ദൈവം ദാനമായി തന്നു. അങ്ങനെ സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുള്ള ബന്ധത്തിലായിരുന്നു കർത്തുവേല ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ശാരീരികമായ ചില പ്രശ്നങ്ങൾ എന്നെ അലട്ടി. അതോടുള്ള ബന്ധത്തില് അല്പം വിട്ടുനിന്നുവെങ്കിലും പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് വീണ്ടും ശുശ്രൂഷ രംഗത്ത് സജീവമായി നിൽക്കുന്നു. സ്തോത്രം. പ്രിയ കർത്തദാസിയെ പറ്റി കേൾക്കാൻ ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ജോയ്സ് ടിവിയിലൂടെ അനേകരെ പരിചയപ്പെടുത്തുകയും അവരുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി
തീർന്ന അനേക കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും ശ്രദ്ധയിൽപ്പെടുവാനും ഇടയായി തീർന്നു. വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിനോട് ദൈവം ചെയ്യുന്ന എല്ലാ മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ചെറുപ്പത്തിലെ യേശുവിനെ അറിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. എന്റെ പിതാവാണ് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം വളരെ ഒത്തിരി സമഗ്രമായ ഒത്തിരി കാര്യങ്ങൾ ദൈവം തന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു. യാഥാസ്ഥികമായ ഹൈന്ദവ കുടുംബത്തിൽ അല്പം സാമുദായികപരമായിട്ടൊക്കെ അല്പം മുമ്പിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിനകത്ത് എന്റെ അപ്പൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ അപ്പന്റെ ഫാമിലിയില് അപ്പന്റെ അപ്പൻ കർക്കശക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ കലാപരമായ രംഗത്തൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരാളും ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ അല്പം വീണ് കിടക്കുന്ന ഒരാളായിരുന്നു. സ്തോത്രം. അവര് മൂന്നാണും 3 പെൺകുട്ടികളുമാണിരുന്നത്. അവര് അതിൽ മൂത്തയാളാണ് എന്റെ അപ്പൻ. 2 പെങ്ങന്മാർ മുമ്പിലുണ്ട്. അപ്പോ ഈ എന്റെ അപ്പന്റെ അമ്മ എന്ന് പറയുന്നത് അല്പം വിദ്യാഭ്യാസപരമായിട്ടും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ ഭയങ്കര പാണ്ഡിത്യമുള്ള ഒരു സ്ത്രീയായിരുന്നു എന്ന് ഞാൻ കേൾക്കാനിടയായി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ആഗ്രഹം, അവരുടെ മക്കളിൽ ആരെങ്കിലും ഒരാളൊക്കെ അമ്പലത്തിലെ പൂജാരിയോ അല്ലെങ്കിൽ ആ ഒരു തനതായ രീതിയിലൊക്കെ വരണമെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിലെ ഈ ദേവീ ദേവന്മാരോടും അല്ലെങ്കിൽ 33 കോടി ദൈവങ്ങൾ ആരാണ്, അതിന് ഓരോരുത്തരെ പറ്റിയുള്ള സ്വഭാവങ്ങൾ, അവരുടെ രീതികൾ, അവരെ എങ്ങനെ പൂജിക്കണം, എങ്ങനെ ആരാധിക്കണം, അവർക്ക് എങ്ങനെ കൊടുക്കണം, അവർക്ക് എങ്ങനെ വാങ്ങിക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചെറുപ്പത്തിൽ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ എന്റെ പിതാവിന് ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവങ്ങളും ആരാണെന്നുള്ള വ്യക്തമായൊരു ധാരണ തനിക്കുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ എന്റെ ചെറുപ്പത്തിൽ തന്നിൽ നിന്ന് കേട്ട സാക്ഷ്യം ഇങ്ങനെയാണ്. സ്തോത്രം. തന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരൻ ഗബ്രിയേൽ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഗിഡിയൻസിന്റെ ബൈബിള്, അതിന്റെ മത്തായി സുവിശേഷത്തിന്റെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഇല്ല, വെളിപ്പാടിന്റെയും കുറച്ച് ഭാഗമില്ല, അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഈ ബൈബിള് താന് വായിക്കാനിടയായി തീർന്നു. ആരും കാണാതെ ഇത് മുഴുവൻ വായിച്ചപ്പോൾ അകത്ത് തനിക്ക് മനസ്സിലായി, ഈ ഇരിക്കുന്ന വീട്ടില് പൂജ ചെയ്യുന്ന ഇടമുണ്ട്, വിളക്കുണ്ട്, ദേവീ ദേവന്മാരുടെ പടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം തനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ദൈവങ്ങൾ, സത്യമുള്ള ഒരു ദൈവമുണ്ട്, സർവശക്തനായ ഒരു ദൈവമുണ്ട്. കാരണം ആ ദൈവത്തെ ഈ പുസ്തകത്തിലൂടെ തനിക്ക് രുചിച്ചറിയുവാനുള്ള ഒരു ഭാഗ്യം ചെറുപ്പത്തിൽ തനിക്കുണ്ടായി. അപ്പോൾ ചെറുപ്പത്തിലെ ആ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു. വളരെ ഞെരുക്കവും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാ ജീവിച്ചുകൊണ്ടിരുന്ന. സ്തോത്രം. ഭയങ്കര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ അനാചാരങ്ങൾ, കണ്ടമാനം അന്ധവിശ്വാസങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും, പല ക്രിയകളും, പല അവരുടേതാകുന്ന രീതിയിലുള്ള കർമ്മങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നൊരു വീടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ അപ്പന്റെ ഒരു മൂത്ത പെങ്ങളുണ്ട്, ഇപ്പോഴും സൗദാമിനി എന്നാണ് അവരുടെ പേര്. അവരെ പറ്റി ചെറുപ്പത്തിൽ കേട്ടിന് അപ്പ പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ചാണകവെള്ളം കുടഞ്ഞിങ്ങനെ തളിക്കുന്നവരുടെ, പുണ്യാകം തളിക്കുന്നത് പോലെ 24 മണിക്കൂർ തേച്ചു വാരുക, അല്ലെങ്കിൽ അടിച്ചു വാരുക, വൃത്തിയാക്കി വീടും പരിസരവും, മറ്റുള്ളവരെ ആരെ അടുപ്പിക്കുകയല്ല വീടിനടുത്തോട്ട്, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. സ്തോത്രം. സർപ്പങ്ങളെ സേവിക്കുക, നാഗങ്ങളെ സേവിക്കുക, നാഗങ്ങൾക്ക് കൊടുക്കുക, 100 പാലും കൊടുക്കുക, അങ്ങനെയുള്ള ഒത്തിരി അനാചാരങ്ങളൊക്കെ അന്നത്തെ അവരുടെ ഭാഗമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് എന്റെ പിതാവിന് ഈ യേശുവിനെ അറിയുവാനുള്ള ഒരു മനോഹരമായ ഭാഗ്യം തനിക്ക് ലഭിക്കാതെ തന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ താൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്തോത്രം തനിക്ക് വീട്ടിലൊരു വലിയ പ്രശ്നം നേരിട്ടതിന്റെ ഭാഗമായി പിതാവ് തന്നെ അടിച്ചു കൊല്ലുമെന്നുള്ള ഭയം നിമിത്തം അമ്മ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് മോൻ ഇവിടുന്ന് നാട് വിട്ടു പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അമ്മ കൊടുത്ത പൈസയുമായിട്ട് താന് ട്രെയിൻ കയറി താനങ്ങ് പോയി, നാട് വിട്ട് വേറെ സ്ഥലത്ത് പോയി, കൊല്ലത്ത് പോയി ഇറങ്ങി, റെയിൽവേയിൽ പട്ടണത്തിൽ പോയി ഇറങ്ങി. ഒരു സന്ധ്യാസമയത്തെങ്ങാണ്ട് പോയി ഇറങ്ങിയത്. അപ്പന്റെ അടി കിട്ടിയ പാടുകൾ ശരീരത്തുണ്ട്.
വേദനയോടുകൂടി ഇങ്ങനെ നടന്ന് നീണ്ടകര അങ്ങനെ അതുപോലെ കടൽ തീരത്തോട് നടക്കുമ്പോൾ അവിടെ ഒരു കുരിശ് കണ്ടു. ആ കുരിശിന്റെ ചുവട്ടില് മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നിന്ന് കുറെ നേരം ഇരുന്ന് കരഞ്ഞപ്പോൾ അതുവഴി കടന്നുപോയ ഒരു മുസ്ലിം പിതാവ് തന്നെ കണ്ടിട്ട് തന്നെ പിടിച്ച് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി തന്റെ മകനെ പോലെ വളർത്തി. ആ കാലഘട്ടത്തിൽ താൻ എന്ത് ചെയ്തു, അവരുടെ മതഗ്രന്ഥമായിരിക്കുന്ന ഖുർആൻ എല്ലാം പഠിക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ദൈവം, ഞാൻ ആദ്യം വായിച്ച വിശുദ്ധ തിരുവഴുത്തിലൂടെ വെളിപ്പെട്ട സർവശക്തനായിരിക്കുന്ന മഹാദൈവമാണ്, സർവശക്തിയുള്ള ദൈവമെന്ന് തനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു അമ്മ മരിച്ചു. അപ്പൻ ഇങ്ങനെ മകനെ അന്വേഷിച്ച് നടന്നു. അവസാനം മകൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് കണ്ടെത്തി. അവിടെ നിന്ന് ആ മുസ്ലിം പിതാവ് വളരെയധികം സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. അവിടുന്ന് തന്നെ പിടിച്ചുകൊണ്ട് നാട്ടിൽ കൊണ്ടുവന്നു. നാട്ടിൽ കൊണ്ടുവന്ന് പിന്നെ പോകരുതല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ച് എന്റെ അമ്മയുടെ നാടെന്ന് പറയുന്നത് കൊട്ടാരക്കരയിലാണ്. ആ ഒരു യാഥാസ്ഥിക ഹൈന്ദവ കുടുംബക്കാരാണ്. അവർക്ക് പിന്നെ കാവും ക്ഷേത്രവും അല്ലെങ്കിൽ ചെറിയൊരു അമ്പലമൊക്കെ ഒരു അമ്പലമായി മാറിയിട്ടുണ്ട്. അത് ആ ചെറിയൊരു കാവൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഭദ്രകാളിയുടെ കാവ്. അവിടെ പൂജയും പരിപാടികളും എന്ന് വേണ്ട സകല പരിപാടികൾ നടക്കുന്ന അങ്ങനെ അഗാധമായ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അമ്മയുടെ അപ്പൻ എന്ന് പറയുന്നത് ഒരു തച്ചുശാസ്ത്ര വിദഗ്ധനായിരുന്നു. കൃഷ്ണനാചാര്യൻ എന്ന് അറിയപ്പെടുന്ന ഒരാളായിരുന്നു. ജ്ഞാനം കൊണ്ടും തൊഴിലുകൊണ്ടും അഗ്രഗണ്യനായിരുന്ന ഒരു മനുഷ്യന്റെ മകളായിട്ടാ ജനിച്ചു വളർത്തപ്പെട്ടത്. വളരെ നാളുകൾക്ക് ശേഷം ഞാൻ പൂജകളും അല്ലെങ്കിൽ നേർച്ച കാഴ്ചകളൊക്കെ മുടക്കി അല്ലെങ്കിൽ അങ്ങനെ ചെലവാക്കി അങ്ങനെ കിട്ടിയ ഒരു മകളായിരുന്നു എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ലാളിച്ചാണ് എൻ്റെ അമ്മ വളർന്നു വന്നത്. അമ്മയുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. പിന്നെ എൻ്റെ വല്യപ്പന്റെ ജ്യേഷ്ഠന്റെ മകള് കവലമ്മ, അവരൊരു ട്യൂഷൻ ടീച്ചറൊക്കെ ആയിരുന്നു. കവലമ്മ സാർ എന്നാണ് അവരറിയപ്പെടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വല്യമ്മച്ചിയാണ് ഞങ്ങളെല്ലാം ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അവരിപ്പോൾ കൊട്ടാരക്കരയിലുണ്ട്. അപ്പച്ചൻ മരിച്ചുപോയി. അവർക്ക് 4 മക്കളാണ്. 4 മക്കളില് ഒരു പെണ്ണും 3 ആണും. അവരുടെ മാർത്തോമ സഭയുടെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അത് ആ ഒരു സാക്ഷ്യം ചെറുതായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാല് ഈ വല്യമ്മച്ചിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിലെ അല്ലെങ്കിൽ കാവിലെ വെളിച്ചപ്പാടത്തി. അപ്പൊ അവര് ഇങ്ങനെ പട്ടൊക്കെ കെട്ടി അല്ലെങ്കിൽ പട്ടൊക്കെ കൊടുത്ത് വാളൊക്കെ പിടിച്ച് ഉറഞ്ഞു തുള്ളി അമ്പലത്തിൽ വന്ന് അവിടെ ഞാൻ കേട്ടിട്ടുള്ള കാര്യം, അവിടെ ഒരു വലിയ പാത്രത്തിനകത്ത് ഇങ്ങനെ വെള്ളം വെച്ചിരിക്കും. അതിനകത്ത് ആ വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ട് വരുന്നവരുടെ ഭൂതം ഭാവി വർത്തമാന കാലങ്ങളൊക്കെ പറയുകയും ഈ ദൈവങ്ങളുടെ അല്ലെങ്കിൽ ആത്മാക്കൾ മുഴുവൻ സ്പിരിറ്റ് ഇവരുടെ ശരീരത്തേക്ക് കയറി വരുന്നു. 1 2 ഒന്നുമല്ല, ഒത്തിരി എണ്ണം ഇവരുടെ ശരീരത്തിൽ കയറും. അപ്പോൾ ഇവര് ഇങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്യും. വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അറിവും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ്. ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, ആ വല്യമ്മച്ചിയുടെ ജീവിതം, ഞാൻ വല്യമ്മച്ചി എന്ന് വിളിക്കുന്നത്, ആ വല്യമ്മച്ചിയുടെ ജീവിതം ആ വല്യമ്മയുടെ ജീവിതം ഭയങ്കര നരകതുല്യമായിരുന്നു. കാരണം അപ്പച്ചൻ രഘുനാഥൻ എന്ന് പറയും, അദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു. അദ്ദേഹം ഉപദ്രവിക്കുകയും പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറിനകത്ത് കൊണ്ടുപോയി ചാണകം ഇടുക, മണ്ണെണ്ണ ഒഴിക്കുക, അവരെ കഴിപ്പിക്കാതിരിക്കുക ഇത്യാദി കലാപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം KSRTCയുടെ ഈ പെയിന്റർ ആയിരുന്നു. കോൺട്രാക്ട് ബേസ്ഡ് പെയിന്റ് വർക്ക് എടുത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. നല്ല നല്ല ജോലിക്കാരനായിരുന്നു. നല്ല ശമ്പളമൊക്കെ തനിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം വീട്ടിൽ ഇങ്ങനത്തെ ഭയങ്കര വിഷയം, മദ്യപാനത്തിന് അടിമയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വല്യമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവവചനം ഈ ബൈബിളൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം എവിടെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന വീടുകളിലൊക്കെ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മനോഹരമായ വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ വീടുകൾ മനോഹരമായ വീടുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാക്യങ്ങളൊന്നും തൂക്കാറില്ല. സ്തോത്രം. എന്നാൽ ഈ ലഭിച്ചു പോകുന്ന മാർത്തോമക്കാരുടെ ഭവനത്തിലായിരുന്നു. അവരൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെ വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, മനോഹരമായ വാക്യങ്ങൾ. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം കാണാതെ വചനം പഠിക്കാൻ തുടങ്ങി. അത് കയ്യിലൊക്കെ എഴുതി, പേപ്പറിലൊക്കെ എഴുതി, വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ബൈബിള് കിട്ടി വായിച്ചു, പഠിച്ചു. താൻ ഒറ്റയ്ക്ക് ആത്മാവിൽ ഉറച്ചു, ഒരു സത്യ ദൈവം ഉണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. നോക്കണം, എല്ലാ വർഷവും ഈ അമ്പലത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളും പൂജകളും ഒക്കെ നടക്കുമ്പോൾ ചെല്ലുന്ന ഈ വല്യമ്മച്ചി തുടർന്നുള്ള വർഷങ്ങളിൽ പോയില്ല.
ആമേൻ. കാരണം അന്വേഷിച്ചു വന്നപ്പോൾ പ്രിയ വത്സല മാതാവ്, ഞാൻ കേട്ട സാക്ഷ്യം ഇങ്ങനെയാണ്, വിശുദ്ധ തിരുവെഴുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മധ്യേ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് നസ്രയനായിരിക്കുന്ന യേശു കർത്താവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം പറയട്ടെ, ആമേൻ, ആത്മാവിൽ ഞാൻ പറയട്ടെ, ആമേൻ, സ്വന്തം ഈ ദൈവത്തെ കാണാൻ പറ്റിയതും ആമേൻ മഹാഭാഗ്യം. ഈ ആമേൻ മഹാദൈവത്തിന്റെ വചനം ആമേൻ ചുമക്കാൻ പറ്റിയതും മഹാഭാഗ്യം. അവനെ അറിയുവാൻ പറ്റിയതും മഹാഭാഗ്യം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ വത്സല്യ മാതാവ് കവലമ്മ എന്നാണ് ഇവരുടെ പേര്. ആ വത്സല്യ മാതാവിന്റെ ശരീരത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദുരാത്മാക്കൾ കയറി വരുമായിരുന്നു. ആമേൻ, ആമേൻ, നൂറുകണക്കിന് ദുരാത്മാക്കൾ കയറി വരുമായിരുന്നു. അവരുടെ തലയിൽ ഒരു പാസ്റ്ററും കൈവച്ചില്ല, ഒരു വൈദികനും കൈവച്ചില്ല. പക്ഷേ അവരുടെ ശരീരം വിട്ട് ദുരാത്മാക്കൾ പോകാൻ കാരണം എന്താണെന്നറിയാവോ? ഈ ജീവന്റെ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ. ആമേൻ, സ്വത്രം. ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ വചനം ആമേൻ നാം പഠിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, ആമേൻ, വചനം പറയുന്നത് എന്റെ ധ്യാനത്തെങ്കിൽ തീ കത്തിയെന്ന. ആമേൻ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറും. പൈശാചിക ഇരിപ്പിടങ്ങൾ, കുടിയിരിപ്പ് ശക്തികളും ആമേൻ കുലദൈവങ്ങളും അഴിഞ്ഞു മാറും. ആമേൻ, ആ കെട്ടുകളെല്ലാം പൊട്ടി അവന് സ്വാതന്ത്ര്യം പ്രാപിക്കും. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ട്, സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ ദൈവത്തിന്റെ ജനത്തിനോട് എനിക്ക് പറയാനുള്ളത്, വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ഒക്കെയും അപ്പുറമാണ്. അങ്ങനെ ആ വാത്സല്യ മാതാവിന്റെ ശരീരം വിട്ട് ദുരാത്മാക്കൾ പോകാൻ തുടങ്ങി. പുള്ളിക്കാരി അന്ന് മാർത്തോമ സഭയിലൊക്കെ ഭയങ്കര ഉണർവ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആമേൻ, മാർത്തോമ സഭയുടെ പശ്ചാത്തലത്തിൽ താന് പ്രാർത്ഥനകൾക്കൊക്കെ പോകാൻ തുടങ്ങി, ആരാധനകൾക്ക് പോകാൻ തുടങ്ങി. ആമേൻ, എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഹൈന്ദവ കുടുംബം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നകത്തു നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ട് ആമേൻ, സ്വത്രം, രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയപ്പോൾ വലിയ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു കാലഘട്ടത്തിലാണ് എന്റെ പിതാവ്, സ്തോത്രം, വിവാഹം കഴിച്ച് കൊട്ടാരക്കരയിൽ വരുന്നത്. സ്തോത്രം. അദ്ദേഹത്തിന്റെ അപ്പന്റെ നാട് മുന്നല്ലൂരിനടുത്തൊരു സ്ഥലമാണ്. സ്തോത്രം. ആമേൻ, പിന്നെ ആമണീശ്വരം എന്ന് പറയും. അപ്പോ അവിടെ നിന്ന് കൊട്ടാരക്കരയില് ഭാര്യ വീട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഈ പ്രാർത്ഥന, അപ്പം നേരത്തെ അപ്പന്റെ അകത്ത് ഈ യേശുവിനെ ആമേൻ അറിഞ്ഞ ഒരു ആമേൻ കാര്യം ഹൃദയത്തിനകത്തുള്ളത് കൊണ്ട് യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുക. അത് ആർക്കും അറിയത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എന്റെ അപ്പൻ വളരെ ശാന്തനായ ഒരു മനുഷ്യനാണ്. സ്തോത്രം. അങ്ങനെ എപ്പോഴും ചിരിച്ച മുഖം, ചിരിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആ ചിരി കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്റെ അപ്പൻ ഈ വൈകിയ വേളകളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് ഈ വല്യമ്മിച്ച് വിളിച്ചോണ്ട് പോകാൻ തുടങ്ങി. അപ്പൊ പോകാൻ തുടങ്ങുമ്പോഴത്തേന് ഈ പ്രാർത്ഥന ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ച് രാത്രി വരുമ്പോൾ വിളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ആള് പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. സ്തോത്രം. അത് ഈ ചൂട്ടും പിടിച്ചോണ്ടുള്ള പോക്ക. അവൻ ചൂട്ട് കത്തിച്ചിങ്ങനെ വിശ്വസിച്ച് പോകുന്ന പോക്ക. അപ്പൊ ദൂരത്തൊക്കെ പാടത്തൂടെയൊക്കെ നടന്നിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയ ചരിത്രമുണ്ട്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെ എവിടെയോ ഒരു സ്ഥലത്ത്, ഞാൻ കേട്ട സാക്ഷ്യം ഇങ്ങനെയാണ്, എവിടെയോ ഒരു സ്ഥലത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ഏതോ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ അപ്പൻ പുറത്തിരിക്കുക, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ഉപദേശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ അപ്പൻ കാണുന്നത്, സ്തോത്രം, പെട്ടെന്ന് ശരീരം വിട്ട് ചിലത് അഴിഞ്ഞു മാറുകയും ആമേൻ സ്വർഗം തുറന്നിട്ട് ദൂതന്മാർ താഴേക്ക് ഇറങ്ങി വരുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ താൻ മുദ്രയിടപ്പെടുന്നതും അന്യഭാഷയിൽ താൻ ആത്മാവിൽ ആരാധിക്കുക അവിടെ കിടന്നുണ്ട്. ഹല്ലേലൂയ. ഭയങ്കരമായി വളരെ അതിശക്തിയോടെ അതിഭയങ്കരമായി അവിടെ കിടന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ എന്റെ വത്സല്യ പിതാവ് എന്റെ ആമേൻ വല്യമ്മച്ചോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി കർത്താവിനെ പരസ്യമായിട്ട് ശുശ്രൂഷിക്കാൻ പോവുക, കർത്താവിന് വേണ്ടി പരസ്യമായി നിൽക്കാൻ പോവുക. വലിയ ചോർന്ന് ആരോടും പറയരുത്. അകപ്പാട് പ്രശ്നങ്ങളാകും, വെല്ലുവിളികളുണ്ടാകും, വിഷയങ്ങളുണ്ടാകും, ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അതൊന്നും ആമേൻ താൻ കൂട്ടാക്കിയില്ല. അതൊന്നും താൻ കൂട്ടാക്കാതെ ആമേൻ സ്തോത്രം പരസ്യമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തെ വിളിക്കാൻ തീരുമാനമെടുത്തു. സ്തോത്രം. തന്റെ ജീവിതത്തിൽ അതൊരു വലിയ എന്തായി തീർന്നു, ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറി. എന്നാൽ എന്റെ അമ്മ
തികച്ചും വ്യത്യസ്തമാകുന്ന രീതിയാൽ തികഞ്ഞ കൃഷ്ണഭക്തിയായിരുന്നു. കാരണം താൻ ജനിച്ചത് തന്നെ അനേക അമ്പലങ്ങളിൽ കൊണ്ട് ഗുരുവായൂർ മുതൽ ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ നേർച്ച കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് താൻ ഉണ്ടായതെന്നുള്ളൊരു വിശ്വാസവും ആമേൻ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ആമേൻ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി ദൈവത്തിന് നന്ദി പറയണമെന്നുള്ള ചിന്തയിൽ ആമേൻ മുന്നോട്ട് കൃഷ്ണഭക്തയായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ അപ്പൻ തികഞ്ഞ വിശ്വാസിയായിട്ട് മാറിയത് സ്തോത്രം. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നക്കാരിയായി മാറി. അതീവ ഗുരുതരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാനിടയായി. കാരണം വീട്ടിനകത്ത് അറിഞ്ഞു ഭയങ്കര പ്രശ്നമായി, വെല്ലുവിളിയായി. വീട്ടിനകത്ത് കയറ്റിയില്ല, വീട്ടിൽ പുറത്തിട്ട് കടകടച്ചു. അവൻ സ്വത്രം കുളിച്ച കഞ്ഞിവെള്ളവും അമ്മൻ തുപ്പലും അല്ലെങ്കിൽ ചീത്തവിളി ഒക്കെ എന്റെ അപ്പന് സഹിക്കാൻ തുടങ്ങി. വേദനയിലൂടെ എന്റെ അപ്പൻ കടന്നുപോയി. ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവുമായി ആമൻ സ്വത്രം. എങ്കിലും താൻ ആ ദൈവത്തെ ഉപേക്ഷിപ്പാൻ തയ്യാറായില്ല സ്തോത്രം. താൻ ആ ദൈവത്തെ മുറുകെ പിടിച്ചു. ദൈവത്തെ തള്ളിക്കളയാൻ താൻ തീരുമാനിച്ചില്ല, മുറുകെ പിടിച്ചു. എല്ലാ ദിവസവും ആമൻ സ്വന്തം പ്രാർത്ഥനകൾക്ക് പോകാൻ തുടങ്ങി. ആമൻ വീട്ടിനകത്ത് പ്രവേശനമില്ല, പുറത്താണ് ആഹാരം കിട്ടുന്നത്, അകത്തോട്ട് കയറ്റിയല്ല. ഭയങ്കര പ്രശ്നങ്ങളും വെല്ലുവിളികളും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമൻ സ്തോത്രം. ആമൻ ഞാൻ ഓർത്തെടുത്ത് പറയട്ടെ, എന്റെ അപ്പൻ ഒരു ദിവസം ഇങ്ങനെ എന്റെ അമ്മയോട് പറഞ്ഞു, വിമലെ എന്നാ പേര് കേട്ടോ, വിമലെ ഒരു പ്രാർത്ഥനയുണ്ട്, എനിക്ക് പോകണം. എന്റെ അമ്മ ഈ തയ്യക്കാരിയാ. ഞാനിട്ടിങ്ങനെ ഷർട്ടൊക്കെ തയ്ക്കുന്ന എന്റെ മമ്മിയാണ്. നല്ല 13ാമത്തെ വയസ്സിൽ തയ്യക്കാരിയായതാ. 13ാമത്തെ വയസ്സിൽ അറിയപ്പെടുന്ന വിമല എന്ന് പറഞ്ഞ വിമലാസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിയപ്പെടും സ്തോത്രം. 64 വയസ്സുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ അമ്മയുടെ കരച്ചിലും എന്റെ അമ്മയുടെ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും ആ സമർപ്പണമാണ് ഇന്ന് പകൽ ആമേൻ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കാരണം സ്തോത്രം. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയാണ് സ്തോത്രം. അപ്പോ അവര് തികഞ്ഞ കൃഷ്ണഭക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്തീയ വിശ്വാസത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ ഈ ചുറ്റുമുള്ള ക്രിസ്ത്യാനികളെല്ലാം വെള്ളമടിച്ച് പിന്നെ നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് വിശുദ്ധിയില്ല, അല്ലെങ്കിൽ ദൈവസ്നേഹമില്ല. ഇതാണോ ക്രിസ്ത്യാനിയുടെ ദൈവം? ഇങ്ങനെയുള്ള ആണോ? ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, 4 മണിക്ക് എഴുന്നേറ്റ് പിന്നെ കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, നിർമ്മാല്യം തൊഴുന്നു, എന്തെല്ലാം പരിപാടികൾ രാവിലെ ചെയ്യുന്നു, പ്രഭാത പ്രാർത്ഥന, ഇതെല്ലാം ഉള്ള ആ ഒരു കാലം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നുപോയി. അതിനിടയ്ക്കാണ് എന്റെ അപ്പൻ ഇത് വന്നത്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഭയങ്കര പ്രശ്നമായി, ഭയങ്കര വഴക്ക്. അങ്ങനെ വഴക്കൊട്ടിക്കുന്ന സമയത്ത് അപ്പൻ ഒരു ദിവസം വന്നിട്ട് പിന്നെ ഇങ്ങനെ അമ്മയോട്, വിമലെ ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് പോണം. അപ്പൊ അതിനുവേണ്ടി എന്നെ വേണം, എനിക്കൊരു 5 രൂപ നീ എനിക്ക് 5 രൂപയാണോ 2 രൂപയാണെന്ന് എനിക്ക് അറിയത്തില്ലടോ, 2 രൂപ നീ എനിക്കൊരു 2 രൂപ എനിക്ക് തരണം. അപ്പൊ 50 പൈസ വണ്ടി കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ 50 പൈസ നാരങ്ങളുടെ അങ്ങോട്ട് കുടിക്കാനും 50 പൈസ സ്വത്രാഴ്ച അങ്ങോട്ടാണ് അങ്ങനെ പറഞ്ഞു സ്വത്രം. അപ്പൊ നീ എനിക്ക് തരാമെന്ന് വെച്ചോ. ഉടനെ ഞങ്ങളുടെ അമ്മ എന്റെ അപ്പനോട് പറഞ്ഞു, ക്രിസ്ത്യാനിയുടെ ദൈവം നൂരെ കെട്ടി ഇറക്കുന്ന ദൈവമാണല്ലോ, ഒന്ന് കാണട്ടെ, നൂരെ കെട്ടി ഇറക്കുന്ന ഇപ്പൊ ഇറക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വൈകിട്ട് ഞാനും വരും, നിങ്ങളുടെ പരിപാടി എന്നാന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ അപ്പൻ പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സംഭവിച്ച വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അന്നത്തെ കാലത്ത് കാരണം ആരും പൈസ അങ്ങോട്ട് ആദ്യം കൊടുത്ത് തുണിയൊന്നും തയ്പ്പിക്കത്തില്ല. എന്നാലും ഒരു അമ്മച്ചി വന്നിട്ട് ഒരു 5 രൂപ കൊടുത്തിട്ട് ഒരു ചട്ട തയ്പ്പിക്കണമെന്ന് പറഞ്ഞ് എന്റെ അമ്മയുടെ കൊടുക്കുക 5 രൂപ. ഉടനെ എന്റെ അമ്മ വെട്ടിത്തിരിഞ്ഞ് നോക്കി. അമ്മേൻ പന്തയം വെച്ചതാണല്ലോ വരുമെന്ന്. പിന്നെ വാക്ക് പറഞ്ഞ വാക്കാ, അതങ്ങനെ എപ്പോഴും വാക്കിൽ നിന്ന് പിന്മാറത്തില്ല പുള്ളിക്കാരി. അപ്പൊ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഞാനും വരാം, മീറ്റിങ്ങിന് വരാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ വരാനൊന്നുമല്ല, നിങ്ങളുടെ ചാട്ടവും മറിച്ചിലും കൂത്താട്ടവും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ, എങ്ങനെയാണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരിക. സ്തോത്രം വരിക. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയിൽ പിന്നെ അവിടെ ഒരു എക്യുമെനിക്കലായിട്ടൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് എന്റെ അപ്പൻ പിന്നെ വിളിച്ചത്. അങ്ങനെ പോകാൻ നേരത്തെ എന്റെ അമ്മ നല്ല സാരിയൊക്കെ എടുത്ത് പിന്നെ ഫോട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഈ ജോയി ആലുക്കാസിലെ പെണ്ണുങ്ങളെ പരസ്യത്തിന് നിൽക്കുന്ന പോലെ എല്ലാ ഭാര്യയൊക്കെ ഇട്ട് ഭയങ്കര ഇതൊക്കെ ആയിട്ട് എവിടെ പോയി? എന്റെ അപ്പന്റെ കൂടെ പോയി. സ്തോത്രം. അപ്പന്റെ കൂടെ പോയി. അന്ന് എന്റെ അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നെ 8 മാസം 7 മാസമാണോ 8 മാസവും എന്നെ ചുമന്നിരിക്കുന്ന സമയമാണ്. ആ നിറവയറോടുകൂടിയാണ് അവരെവിടെ പോയത്. ഈ
മീറ്റിങ്ങിന് പോയത്. ആ മീറ്റിങ്ങിന് പോയിട്ട് എന്റെ അമ്മ ഏറ്റവും പുറകിലിരിക്കുക, അപ്പൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുക. ഫ്രണ്ടിൽ പോയിരുന്ന ഭയങ്കരമായിട്ട് ദൈവത്തെ ആരാധിക്കുക. അപ്പം ശക്തമായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ദൈവത്തിന്റെ ദാസൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ്. അദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എഴുന്നേറ്റ് എന്ന് പ്രസംഗിക്കുവാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് അദ്ദേഹം ജനത്തെ വിവേചിച്ചുകൊണ്ട് പ്രവചനാത്മാവില് അദ്ദേഹം ഒരു ദൂത് പറഞ്ഞു. അമ്മേ, ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് യേശു നിമിത്തം കഷ്ടത അനുഭവിക്കുക, പ്രയാസത്തിലൂടെ കടന്നു പോവുക. അപ്പൊ എന്റെ അപ്പൻ കൈപോക്കി. അവൻ സ്തോത്രം കരയാൻ തുടങ്ങി. സ്തോത്രം. അപ്പോൾ ദൂത് പറഞ്ഞു, വിഷമിക്കണ്ട, നിന്റെ കുടുംബം മുഴുവൻ കർത്താവിനെ അറിയും, ദൈവം അതിനുള്ള അവസരം ഒരുക്കി തരും എന്നൊക്കെ അങ്ങോട്ട് ദൂത് പറയാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മ അവിടെ ഇരുന്നോണ്ട് പറയാണ്, ഈ കള്ളൻ ഇതെല്ലാം നേരത്തെ പറഞ്ഞ് ഇയാളെ എഴുതി കൊടുത്തിട്ട് ഇയാളെ കൊണ്ട് പറയിപ്പിക്കുക. അമ്മ സ്തോത്രം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പുറകിലിരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ, തന്റെ ചിന്തയിലൂടെ കടന്നുപോയ അമേൻ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞപ്പോൾ നിലവുകളെ ഉൾപ്പൂവുകളെ അറിയുന്ന മഹാദൈവത്തിന്റെ ജ്ഞാനം തന്റെ ദാസിയുടെ ഹൃദയത്തിലെ ചിന്തകളെ വ്യക്തമായി കണ്ടുകൊണ്ട് ദൂത് പറഞ്ഞപ്പോൾ എന്റെ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. എഴുന്നേറ്റ് നിന്നിട്ട് ഒരു 10-600 പേരോളം ഉണ്ട്. അവരുടെ നടുവിലൂടെ ഓടി പുൽപ്പിറ്റിൽ ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് ദൈവദാസനോട് ചോദിച്ചു, ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്തു ചെയ്യണം? അമ്മ ചിന്തിച്ചത് പാസ്റ്റർ പറഞ്ഞില്ലയോ? അമ്മ ചിന്തിച്ചത് മുഴുവൻ പാസ്റ്റർ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അത്രയും പേരുടെ മുമ്പിൽ നിന്ന് അവിടെ നിന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. രക്തത്താച്ചയും ഹല്ലേലൂയ. അങ്ങനെ താന് മടങ്ങി പോകുമ്പോൾ എന്നോട് സാക്ഷ്യങ്ങൾ കൂടുതൽ പറഞ്ഞ എന്റെ അപ്പനാ പറഞ്ഞിട്ടുള്ളത്. അമ്മ പറയുന്നതിനേക്കാൾ കൂടുതൽ അപ്പനാ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. എന്റെ അപ്പനോട് അമ്മ ചോദിച്ചു, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ കാണാൻ പറ്റും, ഹൈന്ദവ ദേവീദേവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അപ്പം പറഞ്ഞു, നിനക്ക് യേശുവിനെ കാണാൻ പറ്റും, യേശുവിനോട് നിനക്ക് സംസാരിക്കാൻ പറ്റും. സ്തോത്രം. ആമേൻ. നീ എന്ത് ചെയ്യണം? രാത്രിയിൽ നീ മുട്ടുകുത്തി കർത്താവിനോട് പറയണം, യേശുവേ നീ എന്റെ അടുക്കിലേക്ക് ഒന്ന് വരണമേ. അന്ന് അത്രയും പറയുവാനുള്ള അറിവ് എന്റെ അപ്പൻ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. ആ അറിവിൽ നിന്നുകൊണ്ട് താൻ പറഞ്ഞു, ഈ കർത്താവ് നമ്മുടെ മുമ്പാകെ വരും, വെളിപ്പെടും. അവൻ വെളിപ്പെടുന്ന ദൈവമാ, അവൻ നമ്മുടെ മുമ്പാകെ ഇറങ്ങി വരും എന്ന് പറഞ്ഞു. സ്തോത്രം. അന്ന് രാത്രിയിൽ എന്റെ അമ്മ ഉറങ്ങിയില്ല. നിറവയറായിരിക്കുന്ന ആ സമയത്ത് അവൻ മുഴങ്കാലിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി കരയാൻ തുടങ്ങി. സ്വർഗത്തിലെ അപ്പാ, നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്നെ ഞാൻ അറിയുവാനുള്ള ഭാഗ്യം കിട്ടി, നിന്നെ കാണുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല, നിന്നെ എനിക്കൊന്ന് കാണണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ദൈവജനമേ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മൾ വെളിപ്പാട് എന്ന് പറയുന്ന വിഷയത്തെ പഠിക്കുമ്പോൾ 2 വെളിപ്പാടുണ്ട്. പൊതുവിലുള്ള വെളിപ്പാട്, പ്രത്യേക വെളിപ്പാട്. പൊതുവെളിപ്പാട് എന്ന് പറയുമ്പോൾ 19-ാം സങ്കീർത്തനം ആ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അതിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പർവ്വജാതികളെയും കര എന്ന് വേണ്ട നദികൾ, പുഴകൾ, സകല ഫലവർഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ കാണുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു കരമുണ്ട്. അത് ദൈവത്തിന്റെ കരമാണ്, അദൃശ്യനാകുന്ന എന്റെ ദൈവത്തിന്റെ കരം. ഇനി അടുത്തത് പ്രത്യേക വെളിപ്പാട്. അബ്രഹാമിന് ദൈവത്തിൽ വെളിപ്പെട്ടു, മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടു, ആദാമിനും ഹവ്വായിക്ക് ദൈവം വെളിപ്പെട്ടു. സ്തോത്രം. സകല പഴയ നിയമ ഭക്തന്മാരുടെ മുമ്പാകെയും സ്വർഗം വെളിപ്പെട്ടു. പ്രത്യേക വെളിപ്പാട്. അപ്പോൾ അതിന് തിയോഫാനി എന്നാ പറയുന്നത്. പ്രത്യേക വെളിപ്പാട് ഗ്രീക്കിൽ തിയോഫാനി, ദിവ്യ പ്രത്യക്ഷത. ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, വചനമാകുന്നവൻ ജഡത്തിൽ തിരുവവതാരം ചെയ്തുവെങ്കിൽ 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കഷ്ടതയേറ്റ് പങ്കപ്പാടുകളേറ്റ് ക്രൂശ് മരണം വഹിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷവും 40 നാളോളം സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള അനേക ദൃഷ്ടാന്തങ്ങൾ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തുവെങ്കിൽ ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, എന്റെ അടുക്കൽ ഞാൻ ആഗ്രഹിച്ചാൽ എന്റെ മുമ്പാകെ വെളിപ്പെടാൻ ശക്തനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ്
ഞാൻ സേവിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, സ്തോത്രം. ജാതീയ ദൈവങ്ങളെ പറ്റി പറയുമ്പോൾ അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, ആമേൻ, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല, നടക്കുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അവർ വിഗ്രഹങ്ങൾ അത്രേ. പക്ഷേ എന്റെ ദൈവമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആമേൻ. ഏതെങ്കിലും കാലൊച്ച കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞാൻ പറയട്ടെ, നിന്റെ സാഹചര്യത്തെ അറിഞ്ഞ്, നിന്റെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ് നിന്നെ ഒന്ന് ബലപ്പെടുത്തണമെങ്കിൽ എന്റെ അപ്പൻ ഒന്ന് നിന്റെ മുമ്പാകെ വന്നാൽ എന്താ, ഒരു കുഴപ്പവുമില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. നിശ്ചയമായിട്ടും വരുന്ന ദൈവമാ. എന്റെ അപ്പൻ പറഞ്ഞു, നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു, സ്വർഗം ഇറങ്ങി വരുമെന്ന്. സ്തോത്രം. പറയട്ടെ, എന്റെ അമ്മ അന്ന് രാത്രിയിൽ കരഞ്ഞു, പറയുന്നത് ഇങ്ങനെ, യേശുവേ നിന്നെ ഒന്ന് കാണണം. ആമേൻ. വാടി തളർന്ന് ക്ഷീണിച്ച് താൻ ഉറങ്ങി. ആമേൻ. എപ്പോഴാണെന്ന് അറിയത്തില്ല. ആമേൻ. തന്നെ ആരോ വന്നു ഷോൾഡറിൽ തട്ടി, ചാടി എഴുന്നേറ്റു. താൻ നോക്കുമ്പോൾ തേജോമനാകുന്ന മഹാദൈവത്തിന്റെ വെളിപ്പാട് താൻ കാണുകയാണ്. ആമൻ. മഹാദൈവം മുമ്പിൽ നിന്നു. മഹാദൈവം മുമ്പിൽ നിന്നിട്ട് ആമൻ എന്റെ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കരങ്ങൾ കാണിച്ചിട്ട് പറഞ്ഞു, കരങ്ങൾ തുളയ്ക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയിട്ടാ. ആമൻ. സ്തോത്രം. വിലാപ്പുറം കാണിച്ചിട്ട് പറഞ്ഞു, ഈ വിലാപ്പുറത്ത് കുത്തേറ്റത് നിനക്ക് വേണ്ടിയിട്ടാ. ഈ പാദങ്ങൾ തകർക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയിട്ടാ. സ്തോത്രം. ഈ തലയിൽ മുൾക്കിരീടം വെച്ചത് നിനക്ക് വേണ്ടിയിട്ടാ. പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എന്നെ സേവിച്ചാൽ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ ആമേൻ ഇനി എന്തിനെങ്കിലും എന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ ആർക്കും ഒരു നാളും വേർതിരിപ്പാൻ കഴിയത്തില്ല എന്ന് അന്ന് സ്വർഗം ദൂത് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ നിന്നെ ഞാൻ ഒരു നാളും ഞാൻ കൈവിടത്തില്ല, ഞാൻ ഒരു നാളും ഞാൻ നിന്നെ കൈവിടത്തില്ല, എല്ലാ കാലത്തും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും, എല്ലാ കാലത്തും ആമൻ ഞാൻ നിന്നെ സ്തുതിക്കും, ആമൻ എന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നോടുള്ള ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം, എന്റെ അപ്പന്റെ അമ്മയുടെയും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പങ്കപ്പാടുകളും പ്രശ്നങ്ങളും നിറഞ്ഞതായിരുന്നു. നല്ല കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, യാഥാസ്ഥ്യമായ നന്നല ഹൈന്ദവ കുടുംബം. ആമൻ. സ്വത്രം. ആ ദേശത്ത് മുഴുവൻ ആഹാരം കൊടുത്ത കുടുംബം, സകല ആൾക്കാരും വന്ന് ആഹാരം കഴിക്കുന്ന ഒരു കുടുംബമായിരുന്നു ആമൻ ആ കുടുംബം. ആമൻ. ആര് വന്നാലും ആഹാരമുണ്ട്. സമൃദ്ധിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ക്രിസ്തു നിമിത്തം എന്റെ അപ്പനും അമ്മയും തള്ളപ്പെട്ടു. ഹല്ലേലൂയ. ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ ആമൻ അവർ അറിഞ്ഞ സത്യത്തിനു വേണ്ടി, ആമൻ വിശുദ്ധ ജീവിതത്തിനു വേണ്ടി അവർ എന്ത് ചെയ്തു? ആമൻ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു. ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അവന്റെ ഓരോ ഭാഗത്തും ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അവൻ നേരിട്ടു. സ്തോത്രം. പിന്നെയുള്ള ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് അവൻ സ്തോത്രം വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അവൻ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. വീട് വിട്ട് ഇറങ്ങേണ്ട സമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒത്തിരി സാക്ഷ്യമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സാക്ഷ്യം എന്ന് പറയുന്നത് അതിങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് 2 വയസ്സ് പ്രായമൊക്കെ ഉള്ള സമയം, 2 വയസ്സൊക്കെ ആയുള്ള ഒരു പ്രായത്തിലാണ് എന്റെ അപ്പൻ അന്ന് ഈ ടെലിഫോൺസ് എന്ന് പറയുന്ന PND എന്ന് പറയുന്നത്, അന്ന് PND എന്നാ പറയുന്നത്. സ്തോത്രം. അതിനകത്തെ അമ്മേൻ ഡെയിലി ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ഒരു തൊഴിലാളിയായിരുന്നു. സോ അന്ന് തനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരമായി ജോലി കിട്ടിയില്ല, സ്ഥിര നിയമനമല്ലായിരുന്നു. പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഈ അന്ന് പോസ്റ്റാണ്, കുഴിയെടുക്കുക, അതിൽ പോസ്റ്റ് ഇടുക എന്ന പരിപാടിയായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദൂരത്തൊക്കെ പോയിട്ട് ചില ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അച്ഛൻ വരികയൊക്കെ ചെയ്യുന്നു. സ്വത്രം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്ന സമയത്ത് വീട്ടില് ഇങ്ങനെ വരുമ്പോൾ ഞാൻ കേട്ട സാക്ഷി ഇങ്ങനെയാണ്. അമ്മൻ സ്വത്രം. എന്റെ അപ്പന് ഒരു ഷർട്ടും മുണ്ടും, പിന്നെ എന്റെ അമ്മയ്ക്ക് ഒരു ചെറിയ വിലയുള്ള സാരി, എനിക്കൊരു ബനിയനും നിക്കറൊക്കെ മേടിച്ച് ഇച്ചിരി ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാതിരിക്കുമ്പോൾ അമ്മൻ സ്വത്രം ഒരു വയലിറമ്പത്തായിരുന്നു താമസിക്കുന്ന ഒരു വീട്ടിനകത്ത്. അതിന്റെ മുറ്റത്തെ കിണർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കിണർ അവിടെ ഉണ്ടാക്കിണറുടെ മൂടിയൊന്നും ഇല്ലാതെ തുറന്നു കിടക്കുന്ന ഒരു കിണർ. അമ്മേൻ ഒരു പാടത്തിന്റെ സൈഡിലായിരുന്നു ആ വീട്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അമ്മേൻ സ്വത്രം ഒരു വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വൃദ്ധൻ ആ വീട്ടിലേക്ക് കയറി വന്നു. സ്തോത്രം. ആ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്ന എന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് കഴിക്കാൻ ഇച്ചിരി ആഹാരം തരണം. അപ്പൊ പറഞ്ഞു, ശരി, ഓക്കെ, പിന്നെ കഴിക്കാം. അപ്പൊ ചുമ്മാ കൈ കാലം കഴിയിട്ട് ഒരാൾ പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങോട്ട് തീരുന്ന സമയത്ത് എന്റെ അപ്പനോട് ചോദിച്ചു, ഇട്ടിരിക്കുന്ന ഷർട്ടും മുണ്ടും ഒരുക്കി തരാമോ എന്ന് ചോദിച്ചു. സ്വന്തം. ആ പാടൊന്നേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല കേട്ടോ, വേറെ മാറി ധരിക്കാനൊന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ പുതിയതാ. സ്വത്രം. എന്റെ അമ്മ എന്റെ അപ്പം പറഞ്ഞു, നീ ഉടുത്തിരിക്കുന്ന സാരിയുടെ പകുതി കീറി തരാം. പുതിയ സാരിയാ, എല്ലെന്തോരുമായിട്ടിരിക്കുന്ന എന്റെ അമ്മ. സ്വത്രം. പുതിയ സാരി അതിന്റെ പകുതി കുറച്ച് കീറി എടുത്തിട്ട് അത് ഉടുത്തിട്ട് ഇട്ടിരിക്കുന്ന ഷർട്ടും മുണ്ടും കൂടെ ആ മനുഷ്യന് കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അപ്പൻ അമ്മേൻ ഒരു കൊടുത്തു. അദ്ദേഹം പോയി
ആ കിണറിന്റെ അവിടെ പോയി കൈയും കാലും ഒക്കെ കഴുകി താനിട്ടിരുന്നത് മാറ്റിയിട്ട് ഈ വെള്ളം ഇട്ട് തന്റെ പാണ്ടക്കെട്ടിലേക്ക് തന്റെ പഴയത് വെച്ചിട്ട് താൻ അവിടെ വന്നിരുന്ന ആഹാരം കഴിച്ചു. മുഴുവൻ ആഹാരം കഴിച്ച് തീർന്നതിന് ശേഷം പുള്ളി അമ്മേൻ എഴുന്നേറ്റ് നിന്നു, കൈ കഴുകി തിരിച്ചു വന്ന് എന്നെ കയ്യിലെടുത്ത് അമ്മേൻ 2 ചെള്ളയിലേക്ക് ഉമ്മയൊക്കെ തന്ന് അമ്മൻ സ്വത്രം എന്റെ അപ്പനും അമ്മയൊക്കെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് അദ്ദേഹം വീട് വിട്ടിറങ്ങി. ആ വീട് വിട്ട് വരാന്ത വിട്ട്, ചെറിയൊരു വീടാണ്, ഒറ്റ മുറി, സ്തോത്രം ഹല്ലേലൂയ, വരാന്ത വിട്ടിറങ്ങി ഒരു കുറച്ചു ദൂരം ഒരു 10-20 അടി നടന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന യഹോവയാകുന്ന ദൈവം. സ്തോത്രം. എന്റെ അപ്പനും അമ്മ അവിടുന്ന് ഇറങ്ങി ഓടി അമ്മ എന്നെ ഒക്കത്തിട്ടുണ്ട് ഓടി. ആ മനുഷ്യൻ നിന്ന സ്ഥലം വരെ ഓടിച്ചെന്ന് എന്റെ അപ്പൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവ് അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചതുപോലെ മഹാദൈവമേ, നിന്നെ സൽക്കരിപ്പാനുള്ള ഒരു ഭാഗ്യം നീ എനിക്ക് തന്നല്ലോ. ഓമേൻ. ഇതിനാണ് ദിവ്യ പ്രത്യക്ഷത എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, സ്വത്രം, ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ട്, തകർച്ചകൾ വന്നിട്ടുണ്ട്, കേൾക്കാത്തത് കേട്ടിട്ടുണ്ട്, ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴും തകർക്കപ്പെട്ടിട്ടുണ്ട്, അപമാനങ്ങൾ ഏറ്റിട്ടുണ്ട്. പക്ഷേ ഈ വെളിപ്പാട് കണ്ടവൻ ആ സ്നേഹത്തെ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. ആ ദൈവസ്നേഹത്തെ മുറുകെ പിടിക്കും, രക്തത്താൽ ഹല്ലേലൂയ. ആമേൻ. സ്വത്രം. അവരുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവം വെളിപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മുടെ പൂർവ്വപിതാവായിരിക്കുന്ന യാക്കോബ് ലൂസ് എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് ആമേൻ ഓടിത്തളർന്ന് ആമേൻ താൻ കിടന്നുറങ്ങുമ്പോൾ താൻ സ്വപ്നം കണ്ടു. ആമേൻ. സ്വർഗത്തോളം വെച്ചിരിക്കുന്ന കോവേണി, യഹോവ ഈ സ്ഥലത്തുണ്ട് നിശ്ചയം. ആമേൻ. ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഈ പകൽ ആമേൻ എന്നെ ഡിവൈസിലൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന, സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ ആമേൻ ജനത്തോട് എനിക്ക് പറയാനുള്ളത്, ആമേൻ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. തകർന്ന ഹൃദയത്തോട് നീ എവിടെ ഇരുന്ന് വിളിച്ചാലും അവിടെ ആമേൻ സ്വത്രം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ആമേൻ വലിയ ദൈവത്തെയാ ഞാൻ ഇന്ന് പകൽക്കാലം സേവിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിനകത്ത് ആമേൻ മഹാദൈവം മോശയോട് സംസാരിക്കുന്ന സമയത്ത് പ്രമാണം കൊടുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ആമേൻ എന്റെ നാമം സ്മരിക്കുന്ന ഏതു സ്ഥലത്തും ഞാൻ വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവനാമം എവിടെ സ്മരിച്ചാലും അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സർവചരാചരങ്ങളെയും ഉണ്ടാക്കിയ ആ മഹാദൈവം ഈ ആമേൻ നമ്മുടെ ആമേൻ ഏത് കാര്യത്തിൽ മേലും നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മളോട് ഇടപെടുവാൻ അവൻ സന്നദ്ധനായി നിൽക്കുകയാ. ഈ പകൽ പറയട്ടെ, നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുവാൻ ദൈവം സന്നദ്ധനായി നിൽക്കുമ്പോൾ വേറെ ഒരു മീഡിയേറ്ററിനെ ദൈവത്തിന് ആവശ്യമില്ല, വേറൊരാളെ ദൈവത്തിന് ആവശ്യമില്ല. അവൻ വേറെ ഒരു പരിപാടിക്ക് നീ പോകണ്ട. അവിടെ പോയാൽ ദൈവത്തെ കാണാം, ഇവിടെ പോയാൽ ദൈവത്തെ കാണാം. ദൈവവേദന ഒരു കാര്യം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറയട്ടെ, നീ മുഴങ്കാലിരിക്കെ സ്വർഗത്തിലെ അപ്പച്ചൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ നിന്നോട് സംസാരിപ്പാൻ തയ്യാറാണ്. ഞാൻ ആമേൻ അത് വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ആമേൻ. സ്വത്രം. ആമേൻ. അങ്ങനെ ആ ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. സ്വത്രം. ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനും ഉണ്ടാകുന്ന എന്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അമ്മ സ്വത്രം വലിയ ദാരിദ്ര്യ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച സമയത്ത് എന്നെ പ്രസവിച്ചത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയില്ല. സ്വത്രം. അവിടെ പ്രസവിച്ച് കിടന്നപ്പോ ആരും സഹായിക്കാനൊന്നുമില്ലായിരുന്നു. ആ പാവം പിടിച്ച എന്റെ അമ്മ കഷ്ടം, എല്ലും തൂലാൻ ആരോഗ്യമൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രസവിച്ച് 5-ന്റെ അന്ന് ആമേൻ സ്വത്രം ആരോ കൊടുത്ത് ആമേൻ ആരുടെയോ കീറ്റ തുണിയിലാ എന്നെ പൊതിഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ആരുടെ കീറ്റ തുണിയില് ആമേൻ സ്വത്രം 3.5-4 കിലോ തൂക്കമുണ്ടെന്ന്, വലിയ തലയായിരുന്നെന്ന് എനിക്ക് പറഞ്ഞു. സ്വത്രം. ഹല്ലേലൂയ. ചുമന്നുകൊണ്ട് എന്റെ അമ്മ നടന്നു വരിക, കാലിൽ ചെരുപ്പില്ല കേട്ടോ. സ്തോത്രം. അന്ന് ലോങ് ബ്ലൗസും ഈ മുണ്ടുവാ, കൈലി മുണ്ടോ ഇടുന്നത്, ഒരു തോളത്തിട്ട് കയ്യിൽ സഞ്ചി വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നടന്ന് ഈ കുഞ്ഞിനെ ദൈവം ഇതിനെ എങ്ങനെ വളർത്തുന്നു കരഞ്ഞ് യേശുപ്പച്ചന്റെ മുഖത്തേക്ക് നോങ്ങി ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിനകത്തൂടെ കയറി ഇറങ്ങി വരാം. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിനകത്തൂടെ കയറി ഷോർട്ട് കട്ട് ഇറങ്ങി അവിടെ പൂലോൺ തോടുണ്ട്. സ്തോത്രം. ആമേൻ. ആ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിനകത്ത് വന്നിങ്ങനെ നിൽക്കുമ്പോൾ ആരോ ഒരു തൂണിന്റെ സൈഡിൽ ഛർദിച്ച് കവറിനകത്ത് വെച്ചിരിക്കുന്ന ഒരു ടർക്കി എന്റെ അമ്മയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. സ്തോത്രം. ആ ടർക്കി ആരും കാണാതെ എടുത്ത് കൊട്ടാരക്കര പുലോന്തോട്ടിൽ ഇറങ്ങി ആമേൻ ആ തീരത്തന്നെ വെച്ച് അതിനകത്തിട്ട് കഴുകി വീട്ടിൽ കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിലിട്ട് കാരത്തിലിട്ട് കഴുകി എന്നെ ആദ്യമായി പുതപ്പിക്കുവാനിടയായി. സ്തോത്രം. എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ
യേശു നിമിത്തം ആമേൻ അവരുടെ ജീവിതത്തിൽ എല്ലാവരും മാറി നിന്നപ്പോൾ കഷ്ടതകളിലൂടെ, നമ്മൾ ചിലപ്പോൾ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ആമേൻ സ്വത്രം നമ്മുടെ വിചാരങ്ങൾക്ക് നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായിട്ടാണ് ആമേൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യാം. ഹല്ലേലൂയ. ഞാനിപ്പോഴും പലപ്പോഴും ഞാൻ നോക്കാം, ശരീരം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. എപ്പോ വേണമെങ്കിലും ആമേൻ സ്വന്തം തീരാൻ സാധ്യതയുള്ള ഒരു ശരീരമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, സ്വന്തം എന്റെ പ്രത്യാശ എന്ന് പറയുന്നത് മഹാദൈവത്തിന്റെ ആമേൻ സ്വത്രം ശബ്ദമാണ്. ആമേൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായി സ്വത്രം. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നടത്തിയിട്ടുണ്ട് സ്വത്രം. അതുപോലെ ഇങ്ങനെ വേദനകളിലൂടെ നടന്ന എന്റെ അപ്പൻ ഒരു കാലഘട്ടത്തിൽ എന്റെ അപ്പന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ട ഒരു സമയം വന്ന സമയത്ത് വീണ്ടും പ്രശ്നങ്ങളായി, വഴക്കമായി, ബഹളമായി. കാരണം ക്രിസ്ത്യാനിയല്ലേ. എന്റെ അപ്പനെ കളിയാക്കി ദൈവമത്തായി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. മത്തായി, ദൈവമത്തായി, മത്തായി അതിന്റെ വല്യപ്പ വിളിച്ചുകൊണ്ടിരുന്നില്ല. അമ്മ സ്വത്രം നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നന്നായിട്ട് ആ കാലഘട്ടത്തിലൊക്കെ അമ്മ സ്വത്രം എന്റെ വല്യപ്പിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മ സ്വത്രം ആത്മാവിൽ ദൂത് പറയായിരുന്നു. പ്രവാചക ശബ്ദം പോലെ എഴുന്നേറ്റുന്ന ദൂതൊക്കെ പറയായിരുന്നു. അമേൻ പട്ടിണിയിലൂടെ കടന്നുപോയ സമയത്ത് ഒരു കാലഘട്ടത്തില് നിവൃത്തിയില്ല അരി മേടിക്കാൻ. അപ്പൊ റേഷൻ കടയിൽ നിന്ന് കിട്ടും. അപ്പോ ഈ വല്യപ്പൻ വന്നിട്ട് റേഷൻ കടക്കാരനോട് പറഞ്ഞു, എന്റെ മോനെങ്ങാനും വന്ന് റേഷൻ വാങ്ങിക്കാൻ വന്നാൽ അമ്മേൻ അത് വാങ്ങിച്ച നില ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുക. ആരും കൊടുക്കത്തില്ല. സഹോദരൻ അമേൻ റേഷൻ കടയുടെ മുമ്പിൽ കിടന്ന അരിമണികൾ പറക്കിയെടുത്ത ചരിത്രം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്റെ അപ്പൻ അമേൻ ഹല്ലേലൂയ അമേൻ വേദനയോടെ ആ റേഷൻ കടയുടെ മുമ്പില് കിടന്ന അരിമണികൾ പറക്കിയെടുത്ത് അമേൻ കഞ്ഞി ഉണ്ടാക്കിയ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. കപ്പ പറിച്ചു കഴിയുമ്പോൾ ആ കപ്പക്കാലയിൽ നിന്ന് ആൾക്കാർ പോയി കഴിയുമ്പോൾ കിട്ടിയ ബാക്കി കഷ്ണങ്ങൾ അമേൻ പറക്കി എടുത്തുകൊണ്ടുവന്ന് കഞ്ഞി കുടിച്ചൊരു ചരിത്രം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചൊരു ചരിത്രമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്തിനെന്നറിയാവോ? അതിന്റെ എല്ലാം നടുവിൽ അദൃശ്യനായ ദൈവം നടത്തിയ അത്ഭുതത്തിന്റെ വഴികൾ നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ഒക്കെ അപ്പുറം. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയട്ടെ, അവർ വിശ്വാസ ജീവിതത്തിൽ യേശുവിനെ മുറുകെ പിടിച്ചു. കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, ആമേൻ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ദൈവത്തെ അവൻ സ്വത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്റെ അപ്പനേക്കാൾ അതിഭയങ്കര വിശ്വാസമായിരുന്നു എന്റെ അമ്മയ്ക്ക്. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രാർത്ഥന. ആമേൻ സ്വത്രം. ഞങ്ങളെ 1ാം ക്ലാസ് ഞാന് 6ാം ക്ലാസ് വരെ ഞാൻ മാർത്തോമാ സഭയുടെ ആ ഒരു പശ്ചാത്തലത്തിലാണ് വളർന്നത്. സൺഡേ സ്കൂളൊക്കെ പഠിച്ചത് അങ്ങനെ. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങള് ഇതുപോലെ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് കോട്ടയം ജില്ലയിൽ പെരുവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 5ൽ പഠിക്കുമ്പോൾ പെരുവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെയാണ് പിന്നെ ഞങ്ങള് ജീവിക്കാൻ തുടങ്ങിയത്. പഠനവും ജീവിതവും ഒക്കെ അവിടെയായിരുന്നു. എറണാകുളം ജില്ലയിൽ ഇലഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പുരാതന റോമൻ കാത്തലിക്സ് ഫാമിലീസ് തിങ്ങിപ്പാർക്കുന്ന നല്ല പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വീട് കിട്ടിയത് ഈ അവിടുത്തെ അച്ഛന്മാര് പണ്ട് പള്ളി സ്ഥാപിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് പണി കഴിപ്പിച്ച ഒരു പുരാതനമായ ഒരു ബിൽഡിങ്ങിനകത്താണ് ഞങ്ങൾ താമസിച്ചത്. ഹല്ലേലൂയ. എന്റെ അപ്പൻ ടെലിഫോൺസിൽ നിന്ന് സ്ഥിര നിയമനം കിട്ടി. അങ്ങനെയാണ് അവിടെ വരാൻ ഇടയായി തീർന്നത്. അപ്പോൾ ഈ പള്ളിയിലൊക്കെ 3-4 ടെലിഫോൺ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ കൂടി അവര് പെട്ടെന്ന് ആ വീട് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. സ്തോത്രം. ഞങ്ങൾ ഓർക്കുന്നു, അവിടെ ആ പള്ളി എന്ന് പറയുന്നത് അനേക കുടുംബങ്ങൾ, 1-2 കുടുംബമല്ല, അനേക 6000, 7000, 8000, 17,000 കുടുംബങ്ങളെ കണ്ടുണ്ട് ആ പള്ളിയില്. അത്രയ്ക്കും ജനമാണ്. രാവിലത്തെ കുർബാനയ്ക്കും പിന്നെ 2 സെക്ഷനുണ്ട്. അത് കഴിഞ്ഞ് 4 മണിക്കത്തെ കുർബാനയുണ്ട്. ഇങ്ങനെ ആൾക്കാരിങ്ങനെ അമ്മച്ചിമാരൊക്കെ, ഞാൻ അന്നാണ് അവിടെയുള്ള അമ്മച്ചിമാരൊക്കെ ഈ കാതയിൽ വലിയൊരു അതിനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല, വലിയ ഒരു ഒരു വലിയ എനിക്കറിയത്തില്ല എന്റെ പേരെന്നാണ്. അതുകൊണ്ടുള്ള അമ്മച്ചിമാരൊക്കെ പോകുന്ന ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം ചെറുപ്പത്തില്. അവിടെ എന്റെ അപ്പൻ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തില് അമ്മസ്വത്രം അവിടെ വെച്ചാണ് ഞങ്ങൾ സ്നാനപ്പെടാനൊക്കെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയത്. രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ഞാനിപ്പോഴും ഓർക്കുന്നത്, എന്റെ അപ്പൻ രാവിലെ എഴുന്നേൽപ്പിച്ച് കടുകാപ്പിയൊക്കെ ഇട്ട് വന്നിട്ട് അമ്മേൻ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നൊരു സംഭവം. ഹല്ലേലൂയ. അമ്മ രക്തത്താൽ ചെയ്യും. അമ്മേൻ അന്ന് എന്റെ പിതാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാണിച്ച ഉത്സാഹം ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലിന് കാരണമായി തീർന്നു. ഇന്നും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അന്ന്
അപ്പൻ എഴുതിയ കാര്യങ്ങളൊന്നും ഓർക്കാറുണ്ട്. സ്തോത്രം. ആമേൻ. പ്രഭാത പ്രാർത്ഥനയുണ്ട്, സന്ധ്യാപ്രാർത്ഥന ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥന ശക്തമായിട്ട് ഭയങ്കര കരങ്ങളിലൊക്കെ പിടിച്ച് അടിച്ച് ദൈവത്തെ ആരാധിക്കും. ഒരിക്കലും ഞങ്ങള് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ പള്ളിയിൽ അച്ഛൻ കയറി വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ പാടൊന്ന് പേടിച്ചു പോയി ഞങ്ങള്. അമ്മയെങ്കിലും അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട്, നിത്യതയെ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു മാർഗം ഉണ്ടെങ്കിൽ ഈ ഒരു മാർഗം. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണം, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ശക്തമാണ്. ഞാൻ ഓർക്കുക, അവിടെ ഒക്കെ വെച്ച് ഒത്തിരി ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒത്തിരി രാവിലെ ആരാധനയ്ക്ക് പോകുന്നതൊക്കെ ദൂരത്ത് ഒരു പിന്നെ കൂരുമല എന്ന് പറയുന്ന മലയുണ്ട്. ആ മല കയറി ഇറങ്ങി ആ ഒരു സ്ഥലത്ത് ചെല്ലണം, ഇടയാറെന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. കേട്ടിട്ടുണ്ടാകും. അമേൻ. ഒരു പിന്നെ ഡോക്ടർ ഉണ്ടായിരുന്നു, കാട്ടുപ്പാടം എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. അദ്ദേഹത്തിന് സെന്റ് പീറ്റേഴ്സ് എന്നുള്ള ഹോസ്പിറ്റൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുരാതന ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ, യാക്കോബ സഭ വിശ്വാസത്തിൽ അദ്ദേഹം ഇടയാറെന്ന് പറയുന്നത് ഒരു ബേക്കൺ ഫാക്ടറി ഉണ്ട്, അവിടെ ഒരു ചെറിയൊരു ആരാധന തുടങ്ങി. ഞാൻ ചെറുപ്പത്തിൽ അവിടെ ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു കടയ്ക്കകത്ത, പെട്ടിക്കട പോലത്തെ കടയ്ക്കകത്ത ആരാധന എടുക്കുന്നത്. പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയാണ് അന്ന്. അപ്പച്ചനായിരുന്നു പാസ്റ്റർ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുക, അന്ന് അവിടെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, ആത്മാവിലെ ആരാധന, ആത്മാവിലെ പ്രാർത്ഥന. അവൻ സ്തോത്രം. അവൻ സമയമൊക്കെ അവൻ പോയാലും പ്രശ്നമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 1:30, 2:30, 3:30 മണി വരെയൊക്കെ ദൈവത്തെ ആരാധിച്ച ഒരു ചരിത്രം. അവൻ ഹല്ലേലൂയ. അവൻ ആരാധിച്ച ചരിത്രം എന്റെയൊക്കെ ചെറുപ്പത്തിൽ നിറഞ്ഞ് ആത്മാവിൽ. ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നുമില്ല എങ്കിലും അവൻ ശക്തമായി ഇന്ന് വീട്ടിൽ വന്നേ ആഹാരമുള്ളൂ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. വിശപ്പൊക്കെ അങ്ങ് മാറുക. അവൻ സ്തോത്രം. അന്ന് അവൻ വെളിപ്പെട്ട ദൈവാത്മാവിന്റെ സാന്നിധ്യം. അവൻ ഇന്നത്തെ സ്തോത്രം ഗിറ്റാറിനോ ഓർഗനോ ഇന്നത്തെ വർഷിപ്പ് ലീഡർമാർ നടത്തുന്ന ഒന്നിനും കിട്ടത്തില്ല. അത് വേറൊരു അവൻ അവസ്ഥയാണ്. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഒരുമിച്ചിരുന്ന ആത്മാവിൽ ജനങ്ങൾ അവൻ 10-30 പേര്. അവൻ സ്വന്തം. ഞാൻ ഓർക്കുക, അവൻ സ്വന്തം ജാതി എന്ന് പറയുന്ന വ്യവസ്ഥിതിയോട് അവൻ ഭയങ്കരമായി എതിർക്കുന്ന ഒരാളാണ്. ഭയങ്കരം. ജാതി ആര് പറഞ്ഞാൽ ഞാൻ വെട്ടും. അത് എന്റെ പ്രത്യേകിച്ചൊരു സ്വഭാവമാണ്. ജാതി പറഞ്ഞാൽ ഞാൻ വെട്ടും. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞത് എടാ, ഈ നോഹയിക അവൻ സന്തതി പരമ്പരകൾ. അപ്പൻ പെട്ടകം ഉണ്ടാക്കി അരാരാത്ത് പർവ്വതത്തിൽ വന്ന് ഉറച്ചു, താഴ്വരയിൽ ഇറങ്ങി മുന്തിരി വിത്ത് കൊണ്ട് വിട്ടു. അത് കിളുത്ത് വലുതായി വന്നു. അതിന്റെ ഫലം എടുത്ത് ചാറുണ്ടാക്കി കുടിച്ച് പുള്ളി ബോധം കെട്ട് കിടക്കുമ്പോ മക്കള് കനാൻ കണ്ടു. കനാൻ നിന്ന് ചേട്ടന്മാർ, നമുക്ക് ചരിത്രം അറിയാം, സഹോദരങ്ങളോട് പറഞ്ഞു, ഷേമിനോടും യാഫേത്തിനോടും പറഞ്ഞു, കണ്ടറാ അപ്പൻ ഇങ്ങനെ കിടക്കുന്നു. സ്വതന്ത്രം. അപ്പന് ഇവരെന്ത് ചെയ്ത്, ചേട്ടന്മാർ രണ്ടുപേരും തിരിഞ്ഞു നിന്ന് അപ്പന്റെ നഗ്നത കാണാതെ തുണി കൊണ്ട് മറച്ചു. സ്തോത്രം. അപ്പൻ ഉടന്നപ്പോൾ സംഭവം അറിഞ്ഞു. കനാൻ നീ ശപിക്കപ്പെട്ടൻ. ഹാമ എന്ന് പറയുന്ന വർഗത്തെ ശപിക്കപ്പെട്ടു. സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ ഉപജാതികളായിട്ട് പിരിഞ്ഞ ഹാമിന്റെ വംശത്തിൽ പിറന്ന ഉപജാതികളാണ് നാം എല്ലാവരും. ദ്രാവിഡന്മാരും ഇന്ത്യൻ മലവാസികളും സ്തോത്രം. ഇവിടുത്തെ സകല സംഭവങ്ങളും ഒക്കെ നമ്മളെല്ലാം ദ്രാവിഡന്മാരായിരുന്നു. എല്ലാവരും പറഞ്ഞ സെന്റ് തോമസ് 1-ാം നൂറ്റാണ്ടിൽ വന്നു. ഇവിടെ എല്ലാവരും സ്ഥാനപ്പെടുത്തിയെന്ന 1-ാം നൂറ്റാണ്ടില്. ഇവിടെ ജാതി വ്യവസ്ഥ ആരംഭിക്കുന്നത് ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും പിടിച്ച നന്നായിട്ട് അറിയാം. 8-ാം നൂറ്റാണ്ടിലാണ് ജാതി വ്യവസ്ഥ ആരംഭിക്കുന്നത്. ഇവിടുന്ന് പുറയനെന്നും പുലയനെന്നും പറയണെന്നും ഒക്കെ ജാതി വേർതിരിച്ചുണ്ടാക്കിയതൊക്കെ ബ്രാഹ്മണനും ക്ഷത്രിയനും എന്നൊക്കെ പറഞ്ഞ 8-ാം നൂറ്റാണ്ടിലാ. 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ സെന്റ് തോമസ് വന്നുവെങ്കിൽ ഇവിടെ ഒരൊറ്റ ജാതി ഉണ്ടായിരുന്നു, അത് ദ്രാവിഡന്മാർ മാത്രമായിരുന്നു. സ്വത്രം. പോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സ്വത്രം. നാം എല്ലാവരും ഒരപ്പന്റെ മക്കളാണ്. ഒരൊറ്റ ജനമാണ്. നമുക്ക് നമ്മുടെ ഇടയിൽ വിഭാഗീയതയില്ല. നാം എല്ലാവരും അവന്റെ ജനമാണ്. സ്വത്രം. ഞാൻ ഓർക്കുക, അവിടെ ഡോക്ടർ സ്വത്രം. ഹല്ലേലൂയ. ഭയങ്കര ധനവാനായ ഒരു മനുഷ്യനാണ്. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിച്ചൊരു മനുഷ്യനായിരുന്നു. സ്വതം. ഭയങ്കരമായിട്ട്. അദ്ദേഹത്തിന്റെ മകനാണെന്നിപ്പം അവിടുന്ന് ഡോക്ടർ, അദ്ദേഹം മരിച്ചുപോയി. സ്തോത്രം. ഞാൻ ഓർക്കുക, അവിടെ വെളിപ്പെട്ട ആരാധന, അവിടെ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം, അവിടെ വെളിപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, അവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന 2 പിള്ളേര് ഞാൻ സാക്ഷി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആരാധനയൊക്കെ കഴിഞ്ഞൊരു പൊട്ട സൈക്കിളാ, പന്ന സൈക്കിളാ, വലിയ ബ്രേക്കൊന്നുമില്ല. അപ്പൊ ഇവരിങ്ങനെ ഈ ചേട്ടനും അനിയനും കൂടെ ഈ വിശപ്പ്
ഭയങ്കരമായാലും പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ വേണ്ടി ഇവൻ രണ്ടുപേരുടെ ഹെർക്കുലീസിന്റെ ഒരു പന്ന സൈക്കിലാ, ഇതിനകത്ത് ഇറങ്ങി പോകും. വലിയൊരു ഇറക്കമാണ്. ഈ ഇറക്കത്തിന് 2-3 കിലോമീറ്റർ ഇറക്കമുണ്ടോ. ഇറക്കത്തോട് ഇങ്ങനെ ഇവര് ഇങ്ങനെ പിടിച്ച് ബ്രേക്കൊക്കെ പിടിച്ചിങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ഇതിന്റെ ബ്രേക്ക് ഒന്ന് പോയി. ഈ സൈക്കിളിന്റെ ബ്രേക്ക് പോയിട്ട് സൈക്കിൾ വേഗത്തിൽ പോവാ. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും അഭിഷേകം പ്രാപിച്ചവന്മാരെ. ഇവന്മാരും ഈ ബ്രേക്ക് പോയപ്പോഴത്തേന് മൂത്തവൻ പറയണം പ്രാർത്ഥിച്ചോളാം, അന്യഭാഷ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ഞായറാഴ്ച കേട്ടോ, ഈ റോഡിലൊക്കെ ആൾക്കാർ തിങ്ങിയിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഈ ഇറക്കം തീരുന്ന സ്ഥലത്ത് ഇരിക്കുക. ഇപ്പൊ ദൂരത്ത് നിന്മാർക്ക് കാണാം ഇവന്മാർ ഉറക്കെ അനുഭവിച്ചു. ഇവൻ പുറയിലിരുന്ന് അനിയച്ചായിരുന്നോണ്ട് ഭയങ്കര അന്യഭാഷം ആത്മാവിൽ ആരാധിക്കാൻ. ചേട്ടനും വിട്ടില്ല, ചേട്ടനും ആരാധിച്ചു. സ്തോത്രം. യുവമാര് വരുന്ന കണ്ടുകൊണ്ട് സ്തോത്രം 2-3 പേർക്ക് മാറാൻ പറ്റിയില്ല. അവൻ രക്ഷപ്പെട്ടു. എങ്ങനെയോ സൈക്കിൾ അവിടെ പോയി താഴെ വീണു. ബഹളം വയപ്പാലായാലും ഒരാളെ തട്ടിമുട്ടി അങ്ങനെ ചെയ്തു. ചാടി എഴുന്നേറ്റ് എല്ലാം വന്നപ്പോഴത്തേന് അവിടെ നിന്ന് ബാക്കി പ്രായമുള്ള എൻ്റെ ഇപ്പന്മാരെല്ലാവരും ഒത്തിരി വരുമ്പോണ്ട് എടാ പിള്ളേർ അവിടുന്ന് വിളിച്ചു പറയാം വെല്ലുപോയേ ബ്രേക്കില്ലേ മാറിക്കും. ഇവന്മാർ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ മറന്നിട്ടേ ഇല്ല, ഞങ്ങൾ അന്യഭാഷ ദൈവത്തെ ആരാധിക്കുകയാണ്. നോക്കണം സ്തോത്രം, എത്ര മനോഹരമായിരിക്കുന്ന. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ദിനം അവിടേക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ. സ്തോത്രം, ഒത്തിരി അത്ഭുതങ്ങൾ. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ അപ്പന് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇതുപോലെ സ്തോത്രം എന്റെ അപ്പൻ ഇങ്ങനെ വലിയ ഞെരുക്കത്തിലിരിക്കുക. സ്തോത്രം. അപ്പോ പ്രയാസത്തില്ല. അപ്പൊ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിക്കണം. അപ്പൊ അവിടെ ഒരു ഔസേപ്പ് എന്ന് പറഞ്ഞ കൊച്ചൗസേപ്പ് എന്ന് പറഞ്ഞ ഒരാളുടെ കടയിൽ നിന്ന് പലചരക്ക് കടയിൽ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇപ്പൊ മാസം കൊണ്ടുപോയിട്ട് അവിടെ പൈസ കൊടുക്കണം. അപ്പൊ ടെലിഫോൺസിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് എന്റെ അപ്പന് കിട്ടും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കൊടുത്തില്ലെങ്കിലും കിട്ടും. അങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുക, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു 407 ലോറി പെട്ടെന്ന് വളവ് തിരിച്ച് കയറി പോവാ വേഗത്തിന്. ഒരു ചാക്ക് കിട്ട് തെറിച്ച് ഞങ്ങളുടെ മുറ്റത്തോട്ട് വീണു. ചാക്ക് കിട്ട്. അപ്പൊ എന്റെ അപ്പൻ എന്ത് ചെയ്തല്ലോ, പുറേ ഓടി. ഭയങ്കര സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. പക്ഷേ താഴെ അവിടെ ചെന്നപ്പോ വണ്ടി കണ്ടില്ല, ആളെ കണ്ടില്ല. അപ്പൊ ചോദിച്ചു ഇങ്ങനെ വണ്ടി കൊണ്ടോ? ഇല്ല സാറേ, ഒരു വണ്ടി ഇതുവഴി വന്നിട്ടില്ല. സ്വത്രം. ഞങ്ങൾ ആ ചാക്കുകെട്ട് അയച്ചപ്പോൾ ഞങ്ങൾക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ചാക്കുകെട്ട് നോക്കുന്നുണ്ട്. സ്വത്രം. അങ്ങനെ സ്വർഗത്തിലെ അപ്പൻ അത്ഭുതകരമായിട്ട് അവൻ നടത്തിയ ചരിത്രങ്ങളുടെ ഘോഷയാത്രകളുണ്ട് എന്റെ അപ്പന്റെ അമ്മയുടെ ജീവിതത്തിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും. ഞാൻ പറഞ്ഞല്ലോ, സ്നാനപ്പെട്ടു കഴിഞ്ഞു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ആഗ്രഹം അങ്ങനെ കിടക്കുക. സ്വത്രം. അപ്പോ ഈ സത്യം പറഞ്ഞാല് ഞങ്ങൾ പാർക്കുന്ന ഇടത്ത് എന്റെ അപ്പൻ ഇങ്ങനെ പ്രാർത്ഥനകൾ വെക്കും, ഉപവാസ പ്രാർത്ഥനകൾ 3 ദിവസം 7 ദിവസം ഭയങ്കര. ഞങ്ങളുടെ വീട്ടിൽ 21 ദിവസമൊക്കെ പ്രാർത്ഥന വെക്കും, ഉപവാസ പ്രാർത്ഥന. ഭയങ്കര ഒരു ഇതായിരുന്നു പപ്പായി. അപ്പം അന്ന് ഞാനിപ്പോൾ ഓർക്കുന്ന അന്നത്തെ ദൈവദാസന്മാർക്കൊക്കെ അന്ന് കൊടുക്കുന്നത് 92, 94 കാലഘട്ടത്തിലൊക്കെ ഞാൻ ഓർക്കുന്നു ദൈവദാസന്മാർക്ക് ഒരു 150 രൂപയ്ക്ക് സ്വതന്ത്രാഴ്ചയൊക്കെ കൊടുക്കുന്നുണ്ട്. 150 രൂപ. അപ്പം മീറ്റിങ്ങിനൊക്കെ വരും. അപ്പം നല്ല മനോഹരമായ പ്രാർത്ഥനകളും ഒക്കെ. അപ്പം എന്റെ ചിന്ത, ഞാൻ നന്നായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, നന്നായിട്ട് അതിനുള്ള പദ്ധതി പോകണമെന്നൊക്കെയാണ്. ഞങ്ങളുടെ വീട്ടില് ഈ ദേവദാസന്മാര് പലരും വരും, ശുശ്രൂഷയ്ക്ക് വേണ്ടി വരും, പ്രാർത്ഥിക്കുക. എല്ലാവരും കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ IT പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കാനായിട്ട് ഭയങ്കര മണ്ടനായിരുന്നു. പഠിക്കാനായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കുട്ടിയൊക്കെ പോകുന്നുള്ളൂ. അപ്പൊ എല്ലാം പഠിക്കും ഇങ്ങനെ വയ്ക്കും, പക്ഷെ എല്ലാം മറന്നുപോകും. മൊത്തം മറന്നു പോകുന്ന കരച്ചില. SSLC പരീക്ഷയൊക്കെ പഠിച്ചു ഭയങ്കര രസമുണ്ടോ. SSLC പരീക്ഷയൊക്കെ എങ്ങനെ എഴുതിന്റെ 210 എങ്ങനെ മേടിച്ചത് സ്വർഗത്തിലെ അപ്പച്ചന് മാത്രം അറിയാവും. അതിനകത്ത് കാരണമുണ്ട്. ഞാൻ ഒരിക്കലും ഈ ആദ്യത്തെ പരീക്ഷ എഴുതാൻ കണ്ണ് നിറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇങ്ങനെ ഉരുണ്ട് വീഴുവോ, കണ്ണുനീര്, എന്താ എഴുതുന്നതൊന്നും അറിയത്തില്ല. ആ പാട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വതന്ത്രം ഹല്ലേലൂയ. അപ്പൊ ടീച്ചർ എന്റെ അടുത്തോട്ട് വന്ന് നിന്നിട്ട് ടീച്ചറിന്റെ കയ്യില് ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ മുമ്പിലോട്ട് വെച്ചു. ഞാൻ നോക്കുമ്പോ എനിക്ക് ജയിക്കാനുള്ളതെല്ലാം ടീച്ചർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എഴുതി. അങ്ങനെ സ്വതന്ത്രം ഉപവാസത്തോടെ പോകുന്നത്. എന്റെ അമ്മ പറയും സ്വതന്ത്രം പരീക്ഷയ്ക്ക് പോകുന്നത് ഉപവാസത്തോടെ നിലവിളിച്ച കരഞ്ഞോണ്ടാവുന്നത്. യേശോപ്പനെ സഹായിക്കണമേ. സ്വത്രം ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാൻ SSLC പരീക്ഷ. അപ്പൊ ഞാനിങ്ങനെ ഈ ഉറക്കെ ബഹളം വെച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുക കൂടെ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കും.
അപ്പൊ ഇങ്ങനെ മറന്നു തല ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ബ്രദർ വന്നിട്ട് എന്റെ തല തട്ടിട്ട് ഇതിനകത്ത് മുഴുവൻ ചേട്ടായിയുടെ തലയ്ക്കകത്ത് മുഴുവൻ കളിമണ്ണ. ചേട്ടായി ജയിക്കാൻ പോകുന്നുണ്ട് SLC പരീക്ഷ. ഈ പറഞ്ഞ പുള്ളി 3 പ്രാവശ്യം SLC പരീക്ഷ എഴുതി ജയിച്ചു. ആ പുള്ളി നന്നായിട്ട് പഠിക്കുമായിരുന്നു, ഭയങ്കര മിടുക്കനായിരുന്നു, മാത്സും നല്ല മിടുക്കനായിട്ടുള്ള ഒരാളായിരുന്നു. സ്വത്രം അദ്ദേഹം 3 തവണ, ഞാൻ ഓർക്കുക, നമ്മൾ എത്ര മണ്ടന്മാരാണെങ്കിലും മരമടയന്മാരാണെങ്കിലും കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. സ്തോത്രം. അപ്പൊ എന്റെ പഠിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വരയ്ക്കുമായിരുന്നു, കലോത്സവങ്ങളിലൊക്കെ പോകും, സമ്മാനങ്ങൾ മേടിക്കും. അപ്പൊ എന്റെ മോനും നന്നായിട്ട് വരയ്ക്കും. അപ്പൊ എനിക്ക് അങ്ങനെ കലാമണ്ഡലത്തിൽ പഠിക്കണം, അതിനുശേഷം വേറെ സ്ഥലങ്ങൾക്ക് പോയിട്ട് ഡിഗ്രി ഒക്കെ എടുക്കണം, പെയിന്റിങ്, ഇതൊക്കെയായിരുന്നു എന്റെ ചിന്ത. പക്ഷേ അമേൻ സ്തോത്രം, അങ്ങനെ SLC പരീക്ഷ കഴിഞ്ഞു. പിന്നെ ഞാൻ ITIക്ക് പോയി. ITI പഠിക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ മാത്സിൽ എന്തോ പറഞ്ഞു, പരീക്ഷ വരുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഒരു രക്ഷയില്ല. അതിനിടയ്ക്ക് ഏതോ ഒരു ഉപദേശം വന്നതെന്ന് പറഞ്ഞു, നീ എന്നെ കർത്താവിന്റെ വേദിക്ക് ഒന്ന് പിടിച്ചേക്കുമെന്ന് പറഞ്ഞു. പരീക്ഷ കിട്ടി നേരെ KPയുടെ സെമിനാരിൽ പഠിക്കാൻ വേണ്ടി പോയി. സ്വന്തം ഈ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം പിന്നെ ആഗ്രഹം, പിന്നെ വീണ്ടും തുടർന്ന് പഠിക്കണമെന്നാണ്. ഞങ്ങളുടെ മാതൃസഭയിലെ റോയൽസ് എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു. അച്ഛനോട് പറഞ്ഞ് ഡൂൺ ബൈബിൾ സെമിനാരിയിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വരുന്ന പ്രവാചകന്മാർ മുഴുവൻ തലയെ കഴിച്ചിട്ട് കല്യാണം കഴിച്ചോണം 21 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം കേട്ടോ. 21 വയസ്സ്, 20 വയസ്സ്, 21ാമത്തെ വയസ്സ്, ആകപ്പാട് ഒരു വല്ലാത്തൊരവസ്ഥയായി. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഫാഷൻ പ്രയർ എടുക്കാം. ഫാഷൻ പ്രയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ബഹുമാനനായ ബാബുചെറിയൻ പാസ്റ്റർ ആയിരുന്നു അന്ന് ഞങ്ങളുടെ സമാപന മീറ്റിങ്ങിന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 20 ദിവസം തീരുക. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ആശേരി ഉപദേശി ആരും പറയാതെ ഞങ്ങളുടെ വീട്ടിലൂടെ കയറുക. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല, അദ്ദേഹത്തോട് വരാൻ പറഞ്ഞിട്ടുള്ള ഒന്നുമില്ല. അദ്ദേഹം മൂവാറ്റുപുഴയിൽ എങ്ങാണ്ട് കൺവെൻഷൻ ഗ്രൗണ്ട് നോക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ പെരുവയിൽ വന്ന് ചാടിക്കേറി. അദ്ദേഹം കയറി വരുന്നില്ല, എന്തോ വരുന്നില്ല, കൊടുങ്കാറ്റ് വരുന്ന പോലെ അദ്ദേഹം കയറി വരുന്നത്. കയറി ഇങ്ങോട്ട് വന്നു. കയറി വന്നപ്പോഴത്തേന് ബാബുചെറിയ മാഷോട് പറഞ്ഞു, ചെറിയാരെ എനിക്കൊരു 5 മിനിറ്റ് സമയം വേണം. ഏകദേശം 9:45 മണി സമയമായി. സ്തോത്രം. പിന്നെ ബാബുചെറിയ മാഷ് ഈ വലിയ വണ്ടി വരുമ്പോ ചെറിയ വണ്ടി വിടും ഒതുങ്ങുന്ന പോലെ പറഞ്ഞു, ഉപദേശിക്ക് എത്ര നേരം സമയം കൊണ്ട് പറഞ്ഞ ആശാരി എനിക്ക് ഒത്തിരി സമയം വേണ്ട, 5 മിനിറ്റ് സമയം മതി. കൃപയെ ഞാൻ പറയട്ടെ, അദ്ദേഹം മുമ്പിലോട്ട് വന്ന് നിന്നിട്ട് ഈ വീട്ടിലെ മക്കളുമാര് 3 പേര് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. സ്തോത്രം. ഞങ്ങളുടെ 3 പേരെയും തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നെ കൈവച്ചിട്ട് എന്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ നീ കുടുംബസ്ഥനാകണം. സ്വന്തം. ഇന്നെനിക്ക് കഴിഞ്ഞ ഫെബ്രുവരി 14-ാം തീയതി കഴിഞ്ഞ സെപ്റ്റംബർ 14-ാം തീയതി 46 വയസ്സ് എനിക്ക് പൂർത്തിയായി. സ്തോത്രം. 45 വർഷത്തെ ദൂത് ഒറ്റ രാത്രിയിൽ ചില മിനിറ്റ് കൊണ്ട് ആ അഭിഷിക്തൻ എന്നോട് സംസാരിച്ചു. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ ഇടപാടുകള്, ഞെരുക്കങ്ങൾ, വേദനകൾ, പരാജയങ്ങൾ, ഇതെല്ലാം പറഞ്ഞു. ഞാൻ ഇന്ന് മുതൽ പറയട്ടെ, അദ്ദേഹം എന്നിട്ട് അവസാനം പറഞ്ഞു, നിന്റെ 45 വയസ്സ് കഴിയുമ്പോൾ, 46ാമത്തെ വയസ്സ് കഴിയുമ്പോൾ ശുശ്രൂഷയുടെ വേറൊരു ഭാഗത്തേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. അത് 3ാമത്തെ ടേമ. സ്വത്രം. ഇന്ന് ഞാൻ കർത്താവിന്റെ ദാസയോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ ആ ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നിരിക്കുക. ഹല്ലേലൂയ. സ്വത്രം. ഇനി ഉദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. എന്നാൽ പരിമിതികളൊക്കെ വിട്ടിട്ട് ഇനി അതിഭയങ്കരമായ രീതിയിൽ ചില പ്രോഗ്രാമുകൾ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. ഞാൻ പറയട്ടെ, അങ്ങനെയാണ് ഞാൻ കുടുംബസ്ഥനായത്. ഒത്തിരി ആലോചനകൾ പലയിടത്തുനിന്ന് വന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ ഒരു പെണ്ണും പൈതലിനെ ദൈവം തന്നു. സ്തോത്രം. എന്റെ സൗമ്യക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് 17 വയസ്സേ ഉള്ളൂ. സ്തോത്രം. എനിക്ക് 21 വയസ്സ്. സ്തോത്രം. ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ കഷ്ടതകളിലൂടെ കടന്നുപോയി, വേദനകളിലൂടെ കടന്നുപോയി, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. സ്തോത്രത്തിലേറിയ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സ്തോത്രം. എന്റെ 21 വയസ്സ് വരെ എന്റെ അമ്മയുടെ സാഹചര്യത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുക. എന്റെ അമ്മയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. എവിടെ ഉണ്ടെങ്കിലും ഞാൻ വരും. സ്തോത്രത്തിലേറിയ അവരായിരുന്നു എന്റെ ജീവൻ. സ്തോത്രം. 21 വയസ്സ് വരെ. സ്തോത്രം. അവരുടെ സാന്നിധ്യത്തിൽ പിടിച്ചുള്ള ജീവിതം. തെറ്റുകളും കുറ്റങ്ങളും ഗുണദോഷങ്ങളും ശകാരങ്ങളും ഇന്ന കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ഒളിപ്പിച്ചൊന്നും പറയത്തില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇന്ന കാര്യമാണെങ്കിൽ ഇന്ന കാര്യം, അത് ഞങ്ങൾക്കറിയാം. അതിനകത്ത് പിന്നെ നമുക്ക് ഇന്ന വിഷയത്തിനകത്ത് പിന്നെ
പിന്നെ നമുക്ക് ഇതൊന്നുമില്ല. കറക്റ്റ് കാര്യം. അത് അമ്മയ്ക്ക് ഭയങ്കര തന്നെടാ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. സ്വത്രം ഇപ്പോഴും അങ്ങനെ. സ്വത്രം അങ്ങനെയുള്ള നല്ല ഒരു അമ്മയെ ദൈവം ഞങ്ങൾക്ക് തന്നത്. സ്വത്രം. അപ്പോ സുവിശേഷ വേലയിൽ വിവിധ സ്ഥലങ്ങൾ ഞാൻ ഓർക്കുക, ആദ്യമായ സുവിശേഷ വേലയില് സ്വത്രം ഒരു സ്ഥലത്ത് ഞാൻ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് എന്നെ അവിടെ കൊണ്ടുപോയിട്ടത് എന്റെ അമ്മൻ സ്വത്രം എന്റെ അമ്മയാണ്. സ്വത്രം. അവിടെയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നു. സ്വത്രം. അമ്മേൻ ക്രിസ്ത്യ ജീവിതത്തിൽ അവരിലൂടെ ദൈവം തന്ന പാഠങ്ങൾ അമേൻ അവിടെ എല്ലാം നിർത്താൻ ഇടയായിട്ടുണ്ട്. കുടുംബസ്ഥനായ ശേഷം കർത്താവിന്റെ വേലയുള്ള ബന്ധത്തില് ഞങ്ങളെ എടുത്തു പറയത്തക്ക സാക്ഷ്യം എന്ന് പറയുന്നത് ആമേൻ സ്വതന്ത്ര എറണാകുളത്ത് ഞങ്ങള് ആമേൻ മാറാനാഥ ഫുൾ ഗോസ്ബൽ ചർച്ച് എന്ന് പറയുന്ന ചർച്ചിനോടുള്ള ബന്ധത്തില് പാസ്റ്റർ ബെഥേൽ പി ജേക്കബ് അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുറച്ച് നാള് അവിടെ കർത്താവിന്റെ വേല ചെയ്തു. അതിന് മുമ്പിട്ട് ഞാൻ വള്ളിക്കാവ് ആമ എന്ന് പറയുന്ന സ്ഥലത്ത് മാതാമൃതായ എന്ന മയ്യയുടെ ആ മഠത്തിനോട് ചേർന്ന് ഉള്ള ഒരു വീട്ടിൽ താമസിച്ച് ഞങ്ങൾ കർത്താവിന്റെ ഒരു ഒത്തിരി വിഷമങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. പട്ടിണികൾ കിടന്നു, ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി, പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു വന്നത്. എറണാകുളത്ത് പിന്നെ കൊടുങ്ങല്ലൂരാണ് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞങ്ങൾ ശക്തമായി പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ 50 മീറ്റർ മാറി ഒരു വീട്ടിലാണ് ഞങ്ങൾ പാർത്ത് കർത്താവിന്റെ വേല ചെയ്തത്. സ്വത്രം. ഞങ്ങളെ കാണുമ്പോൾ സകല ഉപദേശമാർക്കും അടി കിട്ടും. സ്വത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരടി പോലും 3 കൊല്ലം ഞാൻ അവിടെ കർത്താവിന്റെ വേലയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സ്വത്രം. ഹല്ലേലൂയ. രക്തത്താഴ്ച ഭയങ്കര ഫെയ്ത്ത് ആയിരുന്നു. സ്വത്രം. അമേൻ. ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ ശക്തമായ പ്രാർത്ഥന അവൻ നടന്നുകൊണ്ടിരിക്കുക. സ്വത്രം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വലിയ വീടാ. ഞാന് ആരും ഒന്ന് വാതിൽ തട്ടി. ഞാനിങ്ങനെ ജനലിന്റെ വാതിലോട് നോക്കുമ്പോൾ ഒരു 10-30 RSSകാരൻ ഇവരുടെ കയ്യിൽ വടിയുണ്ട്, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഇവർ അടിക്കാൻ വേണ്ടി വന്നേക്കുക. ഞാന് പിന്നെ വാതിലെ കൂട്ടി ഞാൻ വാതിൽ തുറന്ന് വെളിയിലോട്ട് പോകും. ഒരു ബനിയനും ഒരു ഈ കൊടുങ്ങല്ലൂര് മുഴുവൻ വെള്ളം കൊണ്ടൊന്നും കിട്ടുന്നത് കാവുകൊണ്ടേ കിട്ടത്തുള്ളൂ. സ്വത്രം. അപ്പൊ ഞാനൊരു ദിവസം മുണ്ട് മേടിക്കാൻ ചെന്നപ്പോ ഒരു കാവുകൊണ്ട ഉണ്ട്. അങ്ങനെ ഒരു കാവുകൊണ്ട ചെയ്തി ഈ കാവുകൊണ്ട് കൊടുത്ത് രാത്രി 12:30 ഞാൻ ഇറങ്ങിയിരിക്കുക. ഇമാര് 10-30 പേരുണ്ട്. സൗമ്യയാണെങ്കിൽ സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പൊ ഞാൻ സൗമ്യ പുറത്താളുണ്ടെന്ന് പറഞ്ഞു. അമ്മ സ്വത്രം. അവള് പറഞ്ഞു അച്ഛൻ ധൈര്യമായിട്ട് ഇറങ്ങി പോകും, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അവളോട് തുറന്നു. ഞാൻ വെളിയിൽ വന്ന് നിൽക്കുമ്പോ യുവമാരിൽ 10-30 പേരുണ്ട്. അതിലൊരു അച്ഛൻ അവനെ വെട്ടിയേക്കാൻ പറഞ്ഞു. RSSന്റെ വിനയ എന്ന പേരുള്ള അവിടുത്തെ കാര്യവിചാരകൻ മണ്ഡലം അങ്ങനെ ഇവർക്ക് ഒത്തിരി പേരുകളൊക്കെ ഉണ്ട്. ഇവനെ എന്നോട് ചോദിച്ചു എന്തിനാ അവിടെ വന്നേ? ഞാൻ പറഞ്ഞു സുവിശേഷ വേലയ്ക്ക്. എന്നാ വേലയാ? മതവിരോധനമാണെന്ന്. അല്ല, എന്നെ ദൈവം നേടിയ ചരിത്രം അത് യേശുവിന്റെ ചരിത്രമാണ്. ആ ചരിത്രം മറ്റുള്ളവരോടൊന്നും പറയാൻ വേണ്ടി, ആരുടെ പേര് മാറ്റാനോ മതം മാറ്റാനോ അല്ല, മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. മനസ്സ്. അപ്പം ആണോ നീ മനസ്സ് മാറ്റാൻ വേണ്ടി വന്ന ആളാണോ എന്ന് പറഞ്ഞ എന്റെ മുഖത്തേക്ക് നോക്കി. ആന്റി ഒരു 20 മിനിറ്റ് ഈ പൂച്ച എലി നോക്കുന്നവർ ഇങ്ങനെ നോക്കിയിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞ് മനുഷ്യൻ പറയണേ അവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് ഈ കൂടെ വന്ന അനുയായിയോട് പറയാ ഈ കൊച്ചനെ തൊട്ടേക്കരുത്, ഈ കൊച്ചനെ തൊട്ടേക്കരുത്. അവന്റെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ കർത്താവിന്റെ വേല ചെയ്യാം, ഞങ്ങളുടെ വീടുകളിലാണ് ഒന്നും നിങ്ങൾ കയറിയേക്കരുത്. പ്രശ്നങ്ങള് പറയട്ടെ. 3.5 വർഷം കർത്താവിന്റെ വേല ചെയ്തു. സ്വത്രം. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കുന്ന കട്ടൻ ചായയും പരിമിതമായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ സ്നാക്സ് കഴിക്കാൻ ഇതില് പലരോട് വന്നിരുന്ന് പ്രാർത്ഥിച്ച് യാമേൻ അന്ന് വീഴുന്ന 7 രൂപയും 4 രൂപയും 5 രൂപയും 10 രൂപയും 25 രൂപയും അമേൻ നാണയ തുട്ടുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ചരിത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മൾ ആരെ പേടിക്കുന്നത്? നമ്മുടെ അകത്ത് ആമേൻ മഹാദൈവത്തിന്റെ കൃപയുടെ വ്യാപാരമാണ് അതിഭയങ്കരമായിരിക്കുന്ന. ആമേൻ. സ്വന്തം. ഞാന് 2000, 2001, 2003, 2004 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തറിയോ, രാത്രി 12 മണിയാകുമ്പോൾ ഈ ഇറങ്ങിയിട്ട് ഈ അമ്പലത്തിന് ചുറ്റും വട്ട റോഡ് കറങ്ങി പ്രാർത്ഥിക്കുക. ഇത് മാതകം ഈ നമ്മുടെ ബാബുചെറിയാൻ പാസ് ഇങ്ങനെ കറങ്ങി നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായി അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങള് കേൾക്കുകയും ഒക്കെ കേട്ടതുകൊണ്ട് ഞാനും എന്ത് ചെയ്തു, ഈ രാത്രി ഇറങ്ങി നടന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. കാരണം പിതാക്കന്മാർ പറഞ്ഞു കേട്ടുള്ള സാക്ഷ്യങ്ങളും കാര്യങ്ങളും ആത്മാവിൽ പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ മിക്കപ്പോഴും നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെള്ളം കൊണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇടാതിരിക്കുന്ന നടക്കുന്ന ഒരു ഭ്രാന്തൻ നടന്നു എന്ന് കണ്ടിട്ടുണ്ട്.
ആന്റി ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഇയാൾ ഏതായെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ആമൻ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കല് ആമൻ സ്തോത്രം വർഷങ്ങൾക്ക് ശേഷം പത്തനംതിട്ടയില് ഞങ്ങളുടെ ഒരു വീട്ടിൽ ശുശ്രൂഷിക്കേണ്ട സമയത്ത് ഒരു ദൈവദാസൻ അവർ ക്ഷണിച്ചു പ്രസംഗിക്കാനായിട്ട്. ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പാ. അപ്പൊ ഈ സാക്ഷ്യം പറഞ്ഞപ്പോ അദ്ദേഹം പറയണേ, പാസ്റ്ററെ എന്നെ അറിയാവൂന്ന് ചോദിച്ചു. ഞാൻ പറയില്ല, എന്റെ പേരാണ് പാസ്റ്റർ കിഷോർ നാരായണൻ നമ്പീശൻ. അദ്ദേഹം ഒരു ഭ്രാന്തനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹീതനായ ലോക പ്രശസ്തനായ ഒരു സുവിശേഷകൻ. ഇന്ന് അദ്ദേഹം ബഹ്റൈനിൽ കർത്താവിന്റെ വേല ചെയ്യുക. ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് കർത്താവിന് അദ്ദേഹത്തിന്റെ അമ്മ ഇന്നും കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ബ്രാഹ്മണിയാണ്. സ്വന്തം. ഞാൻ ഓർക്കുന്നു, ഞാൻ ആ പട്ടണത്തിലൂടെ നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അവൻ എന്റെ ഹൃദയം എന്റെ കണ്ണ് അദ്ദേഹത്തെ ഉടക്കിയിട്ടുണ്ട്. ഞാൻ നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചങ്കുറ്റത്തോടെ പറയട്ടെ, ആത്മാവിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ അപ്പാ നീ വിടുവിക്കണമേ. ഈ പകൽ ഈ വൈകിയ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, സ്വത്രം, നമ്മളുടെ മേൽ ദൈവ ഒരു അധികാരം തന്നിട്ടുണ്ട്. ആമേൻ സ്വത്രം. നമ്മൾ ആ അധികാരത്തോടെ പുറത്തിറങ്ങി നമ്മളെ തൊടാൻ ആരും വരികയില്ലെന്നേ. ഒരു പ്രസ്ഥാനവും വരത്തില്ല. ആമേൻ. ഒരു സംഘവും വരത്തില്ല. ആരും മുമ്പിൽ വരത്തില്ല. നമ്മൾ ഭയപ്പെടുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സ്വത്രം. ഒരു പ്രശ്നവുമില്ല. അവിടെ ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി സാക്ഷികൾ. എത്രയോ പേര് വിടുവിക്കപ്പെട്ടു. ഞാൻ എന്റെ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഇവാഞ്ചലിസം അവൻ ചെറുപ്പക്കാരെ നേടാൻ നേടിയിട്ടുണ്ട്. ഒത്തിരി ചെറുപ്പക്കാരെ നേടാൻ അവൻ സ്വതന്ത്രം ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ പട്ടിണി പലപ്പോഴും കിടന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുക, പട്ടിണിയും പരിവട്ടങ്ങളും വേദനകളും പ്രതികൂലങ്ങളും 90 ദിവസം എന്റെ വൈഫ് പട്ടിണിയാണ്. 90 ദിവസം ഞാനും എന്റെ വൈഫും കൂടെ. ആര് സഹായിക്കാൻ കാര്യം നിലവിളിച്ച് ഞാൻ ഓർക്കുക, ദൈവമേ ഈ പങ്കുചെല്ലാം മിടിക്കുക കാണാൻ എല്ലും തോടുവായി. സ്വതന്ത്രം. എനിക്ക് സങ്കടം കൊണ്ട് നിൽക്കുക. ഇവിടെ ഉപവാസമാണ്, ഒന്നുമില്ല. ഒരു ദിവസം അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ കണ്ണില് ഒരു കുരു വന്നു. ചെറുനാരങ്ങയുടെ വലിപ്പമായി പിന്നെ കണ്ണിലെ ആ കുരുവിന്. സ്തോത്രം. അങ്ങനെ അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയത് ഭയങ്കര രസമാണ്. ചില്ലറ തുട്ടുകളെല്ലാം പറയ്ക്ക് ഒരു 50 രൂപ, 10 പൈസ, 5 പൈസയൊക്കെയുള്ള സമയം. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഞാൻ ഡോക്ടറുടെ മുമ്പിൽ ഞാൻ എല്ലാവരും പോയിട്ട് അവസാനമായി കണ്ട് ഈ ഡോക്ടർ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു, മോനെ ഈ ചില്ലറ എടുത്തോളാൻ പറഞ്ഞു. നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പരിപാടി എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാന്ന് പറഞ്ഞു. എന്താ മോനെ ചില്ലറ എടുത്തോ, ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ഇന്ന ദിവസം അങ്ങോട്ട് വരാൻ പറഞ്ഞു. അന്ന് പട്ടിണിയാ. ഞങ്ങൾ അവിടെ ചെന്ന് ആ മനുഷ്യൻ സർജറി ചെയ്ത് ഈ കണ്ണിനകത്ത് ഒരു പുഴു ഇരിക്കുക. 22 മീറ്റർ നീളമുള്ള ഒരു പുഴു കണ്ണിനകത്ത്. സ്തോത്രം. സർജറി ചെയ്ത് പുറത്തെടുത്തു. വിശന്ന് കാരണം അവിടുന്ന് വരെ 3 ദിവസം അവിടെ 2 ദിവസം കിടക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കിടക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടുന്ന് സർജറി ചെയ്തതെന്ന് ഈ ഇതങ്ങ് വിട്ടപ്പോ, മയക്കമൊക്കെ വിട്ടപ്പോ ഞങ്ങൾ അവിടുന്ന് നടന്നു വരുമ്പോ എന്റെ വൈഫിങ്ങനെ സത്യം അവളെ സങ്കടപ്പെട്ടു. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കി നോക്കുന്നത് ആഹാരം കൊടുക്കുന്നു, കുടി കൊടുക്കുന്നു, ഒന്നുമില്ല. അങ്ങനെ തപ്പിപ്പിടിച്ച് നോക്കുമ്പോ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവുണ്ട്, ഒരു ഉരുളങ്കിലും ഒരു സവോളയുണ്ട്, അല്പം വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് അത് കറി ഉണ്ടാക്കി, ഈ ചപ്പാത്തി ഉണ്ടാക്കി, ഒരു ചപ്പാത്തി 3 ചപ്പാത്തി ആക്കിയിട്ട് അവർക്ക് കൊടുത്തു. വെള്ളം കുടിച്ച് ഗുളിയും കൊടുത്തിട്ട് ഈ പെങ്കൊച്ച് കിടന്ന് ഉറങ്ങുക. ഞാൻ പട്ടിണി ഇരിക്കുക, എങ്ങനെയെന്നൊക്കെ കരഞ്ഞോണ്ടിരിക്കുക. സ്വത്രയിലിരിക്കുക. 3 മണിയായപ്പോ 3:30-4 മണിയായപ്പോ സ്തോത്രം, മീനാക്ഷി എന്ന പേരുള്ള ഒരു അമ്മ തൃശ്ശൂരിൽ നിന്ന് വരിക, കാറ് പിടിച്ച്. ഞാൻ അവരെ ഒരു പ്രാവശ്യം കണ്ട് പരിചയപ്പെടും. ബ്രാഹ്മണ സ്ത്രീ. അവര് വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അവർ നേരെ വീട്ടിൽ വന്നൊരു അംബാസഡർ കാറിനകത്ത് കൃപയാൽ പറയട്ടെ, ആ ഡിക്കി തുറന്നിട്ട് അവൾ എന്റെ വൈഫ് നടന്നു വരുമ്പോൾ ഈ ഓറഞ്ചും മുന്തിരിങ്ങയും ഈ ആപ്പിളും ഒക്കെ കണ്ടിട്ട് ദൈവമേ കിട്ടിയാൽ കൊള്ളാന്ന് ആഗ്രഹിച്ചു വന്ന അവൾക്ക് 1 മാസത്തേക്ക് കഴിക്കാനുള്ളത് ആ വണ്ടിക്കകത്ത് നിറക്കി വെച്ചു ആ വാത്സല്യ മാതാവ്. പോകാൻ നേരത്ത് അവര് എനിക്ക് അന്ന് 10,000 രൂപ മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, മോനെ ഇതിരിക്കട്ടെ, എന്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവരിറങ്ങാൻ ഇടയായി. സ്വന്തം. ഞാൻ പറയട്ടെ, ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും ഞാൻ അധികം മുന്നോട്ട് തീർപ്പിക്കും. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ഞാൻ അവർക്ക് അവസാനമായിട്ട് ഞാൻ കട്ടപ്പനയിൽ താങ്കൾ വരെ സമയത്ത് ഒരു ചെറിയ സഭയിലാണ്. അത് എനിക്ക് മോനുണ്ടായത് 13 വർഷത്തിന് ശേഷം ഉണ്ടായത്. ഒത്തിരി ഡോക്ടർമാരെ കണ്ടു, എല്ലാവരും കബളിപ്പിച്ചു. എല്ലാവരും ഞങ്ങളുടെ പൈസ മേടിച്ചെടുത്തു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരും പറഞ്ഞില്ല. അവസാനത്തെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും മക്കൾ ഉണ്ടാകത്തില്ലെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം 3 മക്കളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. സ്തോത്രം. അവന് മൂത്ത മോൻ ഉണ്ടായിരുന്ന സമയത്ത്, അവന് എനിക്ക് 3 വയസ്സ് പ്രായമുള്ള സമയത്ത് എനിക്ക് പെട്ടെന്ന്
എന്റെ ശരീരത്തിനകത്ത് ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു. സ്തോത്രം. എന്റെ ശരീരത്തിനകത്ത് പഴുപ്പായി. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് എന്റെ യൂറിൻ ബ്ലാഡർ ആ സിസ്റ്റം മുഴുവൻ വല്ലാതായി തീർന്നു. പഴുത്തളിഞ്ഞ് നാശമായി. ഞാൻ ആരോടും പറയാതെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. ബോധം നഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് 3 മണി 3:30 ആയപ്പോ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് സങ്കടത്തോണ്ട് മോനെ മുന്നിനെയും പോയി നോക്കുക, ഇവിടെയും പോയി നോക്കും. എന്തേലും വന്ന ആരുണ്ട്? കട്ടപ്പന കുന്തളംപാറ എന്നുള്ള സ്ഥലത്ത് പാറക്കടവില് ഞാൻ ചെറിയൊരു വീട്ടിൽ താമസിക്കുക. സ്തോത്രം. 6-ാം മൈല് ബേത്സൈദ എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ജോൺസൺ അച്ഛൻ എന്നെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധനായ ഒരു ദൈവദാസനം, കർത്താവിന്റെ വേലക്കാരൻ. ഞാൻ വളരെ മനോഹര കർത്താവിന്റെ വേല എന്നൊരു ദൈവത്തിന്റെ വൃത്തൻ. ഞാൻ അച്ഛനെ ജോൺസൺ അച്ഛനോട് അച്ഛാ എനിക്ക് തീരെ വയച്ചൊന്ന് വരാവൂന്ന് ചോദിച്ചു. സ്വത്രം. ജോബി എന്ന് പേരുള്ള സ്വത്രം അത്ഭുത ബാലന്മാർ എന്ന് പറഞ്ഞ 2 ബാലന്മാർ പണ്ടുണ്ടായിരുന്നു. അതിലൊരാള് ജോബി. ആ ജോബിയും ജോൺസൺ ചാനോട് ഓടി എന്റെ അടുക്ക വന്നു. രാവിലെ വന്നപ്പോ കട്ടിലേ കിടന്ന് അതിനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേന് സ്തോത്രം ഹല്ലേലൂയ എന്റെ ശരീരം മുഴുവൻ മൂത്രമൊഴിക്കുന്ന ഭാഗമൊക്കെ പഴുപ്പെല്ലാം ഇറ്റിറ്റ് വീണ് ശരീരം മുഴുവൻ വല്ലാത്തൊരവസ്ഥയിലായി തീർന്നു. ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല, മെഡിക്കൽ കോളേജ് ഇല്ല, കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. പക്ഷെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ആള് തീരുമെന്ന് പറഞ്ഞു. ഇവിടെ അഡ്മിറ്റ് വേണമെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ചെയ്യാം. അനിൽ പ്രദീപ് ഒരു ഡോക്ടറാ അവിടെ അഡ്മിറ്റ് ആക്കി. സ്തോത്രം പറയട്ടെ, സർജറി വേണ്ടി വന്നു. സർജറി ചെയ്യാൻ വേണ്ടി സ്തോത്രം എന്റെ BP കുറയുന്നില്ല, ഹൈ BP, ഭയങ്കര പ്രശ്നം, ഒരു രക്ഷയില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് എന്റെ മോൻ എന്റെ കൂടെ വരുവാണ്, എന്നെ ഇങ്ങനെ കൊണ്ടുപോവുക. മോൻ നടന്നു വരും, ഭയങ്കരമായിട്ട് വർത്താനം പറയും. എന്റെ വൈഫ് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ വരുമ്പോ മോൻ ഓപ്പറേഷൻ ഇട്ടോട്ട് കയറാൻ നേരത്ത് അവൻ എന്റെ കൈക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഡാഡു എന്ന് വിളിക്കുന്നത്. ഡാഡു ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ പോക്കറ്റിൽ, ഡാഡു ഇറങ്ങി വരുമ്പോ ഗിഫ്റ്റ് തരും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൈക്ക് അവനൊരു ഉമ്മ. സ്വന്തം എന്റെ ചങ്കൊന്ന് പിടഞ്ഞു. ദൈവമേ, ഞാൻ തിരിച്ചിറങ്ങി വന്നില്ലെങ്കിൽ എന്നൊരു ചിന്ത എനിക്കുണ്ടായി. ഞാൻ അകത്ത് കയറി ചെന്ന് എന്റെ BP ഹൈ BP ആയി. സ്വന്തം ഞാനൊരു കാര്യം പറയാം. എന്റെ BP എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു BP അല്ല. എന്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം എല്ലാവർക്കും 64, 65, 72 ഒക്കെയാണ്. എന്റെ 98, 108 ഇപ്പോഴും അടിക്കുന്നത് കോഴിക്കുഞ്ഞിന്റെ അടിക്കുന്ന പോലെ അടിക്കുന്നത്. അടിച്ചടിച്ച് ഹൃദയത്തിന്റെ ഒരു ഭിത്തി മുഴുവൻ മാംസപേശികളെല്ലാം കട്ടിയായി, മസിൽസ് എല്ലാം കട്ടിയായി വലിയ പ്രശ്നത്തിലിരിക്കുക. പക്ഷേ എന്റെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിൽ പതിയായത്. സ്വോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്വോത്രം. എപ്പോ നോക്കിയാലും 140, 210, 220 ഇതാണ് എന്റെ BP. ഹല്ലേലൂയ. ഇത് ഇപ്പോഴും അങ്ങനെ. ഞാൻ തമാശ പറഞ്ഞില്ല, ഇത് ആർക്കും ഒന്ന് വേണമെങ്കിലും നോക്കാം. പക്ഷെ അതാണ് എന്റെ സ്റ്റേജ്. ആമേൻ. സ്വോത്രം. പക്ഷെ ദൈവം ശക്തീകരിക്കുക, ദൈവം നിർത്തുക, ദൈവത്തിന്റെ കരം. ആമേൻ. നമ്മുടെ ചിന്തകൾക്കും ആമേൻ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന സ്വോത്രം, ഭൂമിയെ തന്റെ ഈ അച്ചുതണ്ടിനെ തണ്ടിൽ മേല് ആമേൻ സ്വോത്രം ഒരു നൂല് പോലും കെട്ടി തൂക്കാതെ ഇത് കറക്കുന്ന മഹാ ദൈവം. സ്വോത്രം. അവനത്ര വലിയവനാ. ആമേൻ സ്വോത്രം. അതിനകത്ത് പാർക്കുന്ന എന്നെ ആമേൻ സ്വോത്രം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. സ്വോത്രം. ഈ ഗാലക്സി മുഴുവൻ ഇങ്ങനെ കുത്തിയിരുന്ന് തന്റെ ചിന്തയിൽ ഓടുന്ന ആരാ? മഹാദൈവത്തിന്റെ. എത്ര നക്ഷത്രങ്ങള് അവൻ അതതിന്റെ ആഹാരം കൊടുക്കുന്ന ഒരു മഹാദൈവം. അവൻ അങ്ങനെയാണെങ്കിൽ എന്നെ പോറ്റുവാൻ, എന്നെ പുലർത്തുവാൻ, എന്നെ സംരക്ഷിപ്പാൻ അവൻ എത്ര വലിയവനാകുന്ന ദൈവം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കൃപയാൽ ഞാൻ പറയട്ടെ, ഞാൻ ആശുപത്രി ഓപ്പറേഷൻ ചെയ്തിട്ട് കൊണ്ട് ഡോക്ടർ നോക്കിയപ്പോഴേ BP ഭയങ്കര കൂടുതലാണ്. അയാൾ പറഞ്ഞു ഈ മനുഷ്യൻ ചത്തു, വേഗം മാറ്റിക്കോളാൻ പറഞ്ഞു. മാറ്റി വിട്ടിരുന്നു. സർജറി ചെയ്യാതെ പറ്റത്തില്ല, സർജറി ചെയ്തേ പറ്റത്തുള്ളൂ. ആപ്പാടെ വിഷയത്തിൽ ഇരിക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കുക. എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഒരു പെന്തക്കോസുകാരി പെങ്കൊച്ചെന്റെ അടുത്ത്, അയ്യോ അനീഷ് മാസ്റ്റർ അല്ലയോ, എന്തിനാ കരയുന്നേ? ഞാനിവിടെ ഉണ്ട്, തിയേറ്ററിലുണ്ട്. എനിക്ക് ആ കൊച്ചിനെ അറിയത്തില്ല. ആ കൊച്ച് പെട്ടെന്ന് ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് എന്റെ കണ്ണുനീർ കൊടുത്തിട്ട് പറഞ്ഞു, മാസ്റ്റർ പേടിക്കണ്ട, വിഷമിക്ക്, ധൈര്യമായിട്ടിരിക്കുക, കൂൾ ഡൗൺ എന്നൊക്കെ പറഞ്ഞ് അവളൊന്ന് തട്ടി കാലയിലേക്ക് ഒന്ന് പിടിച്ചിട്ട് അവളൊന്ന് പോയി. ആന്റി ഒരു 20 മിനിറ്റ് സമയം ഞാൻ ഇങ്ങനെ കിടക്കുക. ഒന്ന് മയങ്ങിയ സമയത്ത് അവിടെ സംഭവിച്ച കാര്യം, എന്റെ പെരുവിരലെ ഒന്ന് ആരോ ഇങ്ങനെ പിടിച്ചു. ഭയങ്കര തണുപ്പ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ നേഴ്സിനെ വിളിച്ച് വന്നെന്നാ. കണ്ണ് തുറന്നു നോക്കുമ്പോൾ സർവശക്തനായിരിക്കുന്ന എന്റെ യേശുപ്പൻ എന്റെ കാൽച്ചുവട്ടിലിരിക്കുക. എന്റെ നഗ്ന നേത്രം കൊണ്ട് ഞാൻ കാണുക.
എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ വിരലിൽ ഇങ്ങനെ പിടിച്ചിട്ട് തടവിട്ട് പറഞ്ഞു, സ്തോത്രം, ഞാൻ നിനക്ക് മതിയായവനായ ദൈവം അല്ലയോ. സ്തോത്രം. 20 മിനിറ്റ്, ചില മിനിറ്റ് കൊണ്ട് എന്റെ ജീവിതത്തിലെ സകല കുറവുകളെയും അവൻ എനിക്ക് കാട്ടിത്തന്നു. സ്തോത്രം. എനിക്ക് കാട്ടിത്തന്നു. ഹല്ലേലൂയ. ഞാൻ ആമേൻ, സ്തോത്രം, ആമേൻ, എന്റെ അപ്പന്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. വാ, ഞാൻ നിനക്കായി നിൽക്കും. ആമേൻ, സ്തോത്രം, ആമേൻ. പറഞ്ഞു തീർന്നു. ആമേൻ, ആമേൻ. അപ്പൻ എന്റെ അടുക്കിലേക്ക് വന്ന് എന്റെ ശിരസിന്മേൽ നെറുകയിൽ ഒന്ന് തലോടിയിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. എനിക്കൊരു മയക്കം വന്നു. BP ലോ ആയി. സർജറി കഴിഞ്ഞ് പുറത്തു വന്നു. ആമേൻ. അങ്ങനെ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കൃപയാൽ ഇന്ന് പകൽ ആമേൻ ഇത്രയൊക്കെ നിങ്ങളുടെ നടുവിൽ എനിക്ക് സംസാരിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പച്ചൻ നടത്തിയ അത്ഭുത വഴികളെ പിന്നെ ഒത്തിരി ഉണ്ട്. ഇനി പാസ്റ്ററിന്റെ സാക്ഷ്യം പറയാം. പാസ്റ്ററിന് ബിസി ഇല്ലെങ്കിൽ പറയാം, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിനകത്ത് ഞാൻ ഓർക്കുക, ദൈവത്തിന്റെ ആ വെളിപ്പാട്. ഞാൻ ഇപ്പോഴും ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, നമ്മൾ പിടഞ്ഞാൽ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു അപ്പനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ചരിത്രത്തെ മാറ്റാൻ അവര് മാത്രം. ഒരു പ്രവാചകൻ ദൂത് പറയും, ഓക്കെ പ്രവാചകൻ ദൂത് പറഞ്ഞോട്ടെ, ഒക്കെ നടന്നുകൊട്ടെ. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ കാര്യത്തെ തിരുത്തണമെങ്കിൽ, നമ്മുടെ ചരിത്രത്തെ ഒന്ന് മാറ്റണമെങ്കിൽ അപ്പൻ ഇറങ്ങി വന്നേ മതിയാവും. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ അവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മുടെ അടുക്കിലേക്ക് വന്ന്, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 40 ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ 10 പേരോടും യേശു മറിയോടും അല്ലെങ്കിൽ മറ്റു പ്രിയപ്പെട്ടവരോടൊക്കെ ഒരുമിച്ച് സ്തോത്രം. എനിക്കറിയാം, നമുക്കറിയാം 120 പേരാണ് സിയോൻ മലയിൽ കയറിയത്. കുറെ പേര് കൂടുതലുണ്ടായത്. ഇവരോടൊക്കെ എല്ലാം സ്വർഗ ദൈവരാജ്യത്തെ പറ്റിയുള്ള അനേക ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് പകൽ, സ്തോത്രം, ദൈവരാജ്യത്തിന് നീ പ്രയോജനപ്പെടുന്നവനായി നീ മാറുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും, നിന്നോട് സംസാരിക്കും, നിന്നോട് ഇടപെടും. നിന്നോട് സംസാരിക്കും. സ്തോത്രം. നിന്റെ ഹൃദയത്തെ അറിഞ്ഞ്, നിന്റെ വിചാരങ്ങളെ എല്ലാം അറിഞ്ഞ് സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതകരമായി നിന്നോട് ഇടപെടും. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട, ആരുടെയും മധ്യസ്ഥത വേണ്ട. ഹൃദയത്തെ അവന്റെ മുഖത്തേക്ക് ഒന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത് ഈ ജോൺസൺ ചായൻ ഒരിക്കലും എന്നെ വിളിച്ചു, മോനെ ഒന്ന് വരാമോ അത്യാവശ്യമായിട്ട്. അപ്പൊ എനിക്കിത് കാറുണ്ട്. കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാറില്ല, എന്റെ അമ്മ മേടിച്ച് വീട്ടിലിട്ട കാറ് വിദഗ്ധമായിട്ട് ഞാൻ അടിച്ചു പുത്തൻ കാറാ, പുതിയൊരു കാറ്. സ്വതന്ത്രം. അത് ഞാനും കൊണ്ടുപോയി. സ്വതന്ത്രം. ഇപ്പൊ കട്ടപ്പന കാര്യം സമയത്ത് ഞാൻ മാരുതി ആൾട്ടോ കേട്ടൻ എന്ന വണ്ടിയാണ്. അത് ഇപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസാണ് ആ വണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ പേര് എൽഷദായി എന്ന ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത്. അതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. സ്വതന്ത്രം. അതിന്റെ ബാക്കിലും ബാക്കി ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിലും എൽഷദായി എന്ന്. പുള്ളി ഹിന്ദുവാണ് കേട്ടോ. പുള്ളി ഇതുവരെ ആ പേര് മാറ്റിയിട്ടില്ല. എന്നോട് പറഞ്ഞു പിന്നെ ബ്രദറെ തന്നെ വിളിക്കുന്നത്. ബ്രദറെ, എനിക്കറിയാം ഈ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേക സുഖമാണ്. സ്വന്തം. നിങ്ങൾക്കറിയാം എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നറിയാം. അപ്പൊ ഈ വണ്ടിയും കൊണ്ട് ഒരു ദിവസം ഞങ്ങളെ രാത്രി അവിടെ ചെല്ലുക. അപ്പൊ ഈ ജോൺസൺ ചാന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ കപ്പ ബിരിയാണി, ഇടുക്കിയിലൊക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കുമല്ലോ, കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആന്റി. നല്ല ഒരു ആന്റിയാ. സ്വതന്ത്രം. കർത്താവിന് വേണ്ടി വലിയ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബം. അവർക്ക് 3 മക്കളാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു ഒക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ കഴിച്ചിട്ട് പോകാനുള്ള ഒരു കണക്കൂട്ടിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തമിഴ് പാസ്റ്റർ അവിടെ വന്നു. തമിഴ് പാസ്റ്റർ ഭാര്യയാണ്. അവർ മക്കളില്ല. അപ്പൊ എന്റെ കയ്യിൽ ഒരു 500 രൂപ എന്റെ കയ്യിലുണ്ട്. ഒരു 500 രൂപ എന്റെ പോക്കറ്റിലുണ്ട്. അപ്പം എന്റെ കണക്കൂട്ടൽ എന്താണെന്നറിയോ? 100 രൂപയ്ക്ക് പെട്രോള്, 100 രൂപയ്ക്ക് ബിസ്ക്കറ്റ്, 100 രൂപയ്ക്ക് പാല്, 200 രൂപ പോക്കറ്റിൽ വെച്ചേക്കണം. അത്യാവശ്യം വന്നാൽ എന്തെങ്കിലും വേണമല്ലോ. 200, 500 രൂപ കയ്യിലുണ്ട്. ഞാന് ഈ തമിഴ് പാസ് എഴുന്നേറ്റ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വൈഫ് സൗമ്യ എന്റെ അടുത്ത് വന്നു. ഞാൻ കണ്ണോണ്ട് വെച്ചിട്ട് എന്നെ ഞാൻ തിരിച്ചുകൊണ്ട് ഇവിടെ എന്നോട് പറയാം, 500 കൊടുക്കാൻ. 500 കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ അത് പാൻസ് ഇട്ടേക്കുന്നത് പോക്കറ്റ് കൈയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു,
ഇല്ലെന്ന് പറഞ്ഞു. കൊടുക്കത്തില്ല. അവളവിടെ താങ്ങി കാണിക്കും, കൊടുത്തേ പറ്റുള്ളൂ, ഇങ്ങനെ കാണിക്കും, കൊടുക്കാം, ഇങ്ങനെയൊക്കെ കാണിക്കും എന്നെ. അപ്പൊ ഞാനിപ്പോ കൊടുക്കാനുള്ള തീരുമാനത്തിൽ വന്നു. എത്ര അറിയോ? 200 കൊടുക്കാം, 300 പോക്കറ്റിൽ വെക്കാം. ഇതാ എന്റെ തീരുമാനം. അപ്പൊ ഞാന് പിന്നെ 200 കൊടുക്കാം, 300. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 500 എന്ന് പറയാം. പിന്നെ 500ന്റെ നോട്ടല്ല, അന്ന് 500ന്റെ നോട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 100ന്റെ നോട്ടാ, 100ന്റെ 5 നോട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ പോക്കറ്റ് വെച്ച് തിരിഞ്ഞ് മാറ്റിയിട്ട് അതിന് 300 എടുത്ത് ഇങ്ങനെ വെച്ചപ്പം ഈ പോക്കറ്റിലിട്ട് തിരിഞ്ഞുകൊണ്ടപ്പോ വൈഫിന് മനസ്സിലായി, സമയം മനസ്സിലായി എന്തോ കള്ളപ്പരിപാടി. അവള് വീണ്ടും എന്നോട് പറയാം 500 കൊടുക്കാൻ കൈകൊണ്ട് കാണിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? സ്വതന്ത്രം ഇങ്ങനെ പോക്കറ്റിലേക്ക് കൈയിടും. എന്നെ കൈ ഒരാൾ പിടിച്ച് വലിക്കുക, ദൂതൻ പിടിച്ച് വലിക്കുക. ദൂതന്റെ മുമ്പ് നമുക്ക് നിൽക്കാനുള്ള ത്രാണിയുണ്ടോ, ശക്തിയുണ്ടോ? പിടിച്ച് 500 രൂപ ഈ മനുഷ്യനെ കൊടുത്തു. എനിക്ക് എന്നിട്ട് എന്റെ ചങ്കക്കഴുപ്പ് വേദന മാറുന്നില്ല. 500 കൂടെ അയാൾ പോയല്ലോ. ഞാന് വളരെ സങ്കടത്തിൽ എന്റെ അടുത്ത് പറഞ്ഞു, ദൈവം പറഞ്ഞിട്ട്, ദൈവാത്മാ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒക്കെ ശരിയാ, പക്ഷെ നമ്മുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പൊ അവളോ നല്ല ദൈവം കരുതിയിട്ടുണ്ട്. സത്യം പറയാലോ ആന്റി, നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചു. അത് ഒന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു അവസ്ഥ എനിക്കുണ്ടായില്ല. അവള് നന്നായിട്ട് കഴിച്ചു. കുറച്ച് ആ പൊതിയൊക്കെ ആന്റി തന്നിട്ടപ്പോ ഇപ്പൊ ഇടയ്ക്ക് ജോൺസൺ വന്നിട്ട് മോനെ കാറിന്റെ താക്കോല് നേരാൻ പറഞ്ഞു. ഒട്ടകത്തലമേട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ കടയാ. അവിടെയാണ് ഈ അച്ചായൻ താമസിക്കുന്നത്, ഒരു വാടക വീട്ടില്. ഒരു ആന്റിക്ക് അറിയായിരിക്കും ഇടുക്കിയിലെ പിന്നെ കടകളെ പറ്റി. ചെറിയ കടയുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെ കാണും. അവിടെ ഈ കടയിൽ നിന്ന് സ്തോത്രം എനിക്കറിയത്തില്ല സകല സാധനങ്ങളും ഈ ജോൺസൺ ചാൻ വാങ്ങിച്ച് ഈ കാറിനകത്ത് വെക്കുവോ. ഈ കാറിന്റെ കൊച്ചു ഡിക്കിക്കകത്ത് നിറഞ്ഞു. അകത്തോട്ട് സാധനങ്ങൾ കയറ്റി വെക്കാം. ഉണക്കമീന്, പച്ചക്കറി, അത് ബിസ്ക്കറ്റ്, കുന്തം, ഇന്ന് വേണ്ട ഒരു 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 നല്ല തുകയ്ക്ക് നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായിട്ടുള്ള. ഞാൻ ആ കടയിൽ പോയി 500 സാധനം മേടിക്കും. കണ്ട സുവിശേഷ വിലയല്ലേ? അതിലൊക്കെ ചിന്തകൾക്കൊക്കെ അപ്പുറമായിട്ട് ഒരു 10,000 രൂപ സാധനം കാറിനകത്തോട്ട് വരും. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് ആ ദേവദാസന്റെ മുഖവും 500 രൂപയും എന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത ചിന്തയും ഭാരവും ഒക്കെ ഉണ്ടായി. അപ്പൊ വണ്ടിക്കകത്ത് പെട്രോളില്ല. ഉടനെ ഈ ജോൺസൺ ചാന കിടക്കാൻ വെച്ചാ, ചേട്ടാ പെട്രോൾ ഇരിക്കോട്ടോ, ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ പെട്രോളൊക്കെ കന്നാസിനകത്ത് മേടിച്ചു. ഞാൻ നോക്കുമ്പോ ആ മനുഷ്യൻ ആ വണ്ടിയുടെ ഇത് തുറന്നിട്ട് ഒരു വലിയ ഒരു 15 ലിറ്ററെങ്കിലും കാണും പെട്രോള് ഈ വണ്ടിക്കകത്തേക്ക് ഊറ്റുക. നമ്മുടെ ദൈവം ആരാ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി. ഞാനിപ്പം ഞങ്ങളുടെ അടുക്കൽ ഏത് അഭിഷിക്തന്മാർ വന്നാലും ആര് വന്നാലും തുറന്നു പറയട്ടെ, ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ പഠിച്ചൊരു പാഠമുണ്ട്. ആ ജോൺസൺ ചാൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു പാഠം. കഷ്ടതയിലും ഞെരുക്കത്തിലും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ചിന്ത വന്നതെങ്കിലും ആ ദൈവവൃത്തിൻ അന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഞാൻ ഓർക്കുക, 500 രൂപ അദ്ദേഹത്തിന് കൊടുത്തത് എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കാറെല്ലാം ഡോറെല്ലാം ക്ലോസ് ചെയ്ത് ഈ ജോൺസൺ ചാൻ കയ്യില് 10,000 രൂപ കൊണ്ടുവയ്ക്കുക. എനിക്ക് വയ്യ. ഞാൻ ഈ വണ്ടിയും കൊണ്ട് ഈ വണ്ടി വലിക്കുന്നില്ല. കാരണം എനിക്ക് എവിടെ പോകണം? കട്ടപ്പന പോകണം. 10-30 കിലോമീറ്റർ കയറ്റം ഇറങ്ങുക, വണ്ടി വലിക്കുന്നില്ല. എന്നോട് ദൈവം ചോദിക്കുക, ഞാനാണോ വലിയവൻ, നീയാണോ വലിയവൻ, നിന്റെ 500 ആണോ വലുത്? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ എന്നിട്ട് ദൈവം പറഞ്ഞു, എന്റെ ദാസന എനിക്ക് വലുത്, എന്റെ ദാസന എനിക്ക് വലുത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് ദൈവം നടത്തി. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആ കൊന്നലപ്പാറയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമേൻ, സ്തോത്രം, ഇന്നാ ശ്യാം എന്നെ വിളിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. നല്ല ഒരു ഹൈന്ദവ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന ഈഴവ സമുദായത്തിൽ വന്നൊരു പയ്യന ശ്യാം. കാണാൻ മിടുക്കന, സുന്ദരന, ജിമ്മിലൊക്കെ പോകുന്നൊരാളാ. ആമേൻ, അദ്ദേഹം എറണാകുളത്താണ് ബിസിനസ്. 34-35 വയസ്സ്, 36 വയസ്സ് പ്രായം ഉണ്ടാവും ഇപ്പൊ. അപ്പോ പുള്ളിക്ക് വെന്റോ എന്ന് പറഞ്ഞ അന്ന് റെഡ് കളർ കാറാ വെന്റോ, പിന്നെ ഫസ്റ്റ് വാങ്ങണ്ടേ. അപ്പൊ പുള്ളിയെ മോനെ ഭയങ്കര ഇഷ്ടമാണ്. മോനെ ഒരു ദിവസം രാവിലെ പൊന്നുമോൻ എഴുന്നേറ്റ് എന്നോട്, ഡാടാ
സൗമ്യ എടുത്തെന്ന് പറഞ്ഞു, മമ്മി ചിക്കൻ കിട്ടുമോ, ചിക്കൻ. അപ്പൊ മമ്മിയുടെ ആ ഡാഡായിട്ട് ചോദിക്കണം ചിക്കൻ കിട്ടുമെന്ന്. അതിന് പൈസ ഡാഡാഡിയിൽ ഇല്ല. അതിന് മോനെ പിന്നെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുക. ഇവനെ കുറെ നേരം അവിടെ കമ്പിളിപ്പതപ്പോൾ തലയിൽ കെട്ടി യേശുപ്പച്ച ചിക്കൻ തരണേ, 3 വയസ്സേ ഉള്ളൂ കേട്ടോ, ചിക്കൻ തരണേ ചിക്കൻ തരണേ. ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഇറങ്ങി വന്നിട്ട് എന്നോട് പറയാം, എന്റെ ഒരു 10 രൂപ ഉണ്ട്, ചിക്കൻ മേടിച്ചു തരാമെന്ന് ചോദിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, പൊന്നുവരെ ഇതുകൊണ്ട് പറ്റത്തില്ല, മോന് മറ്റേ നോട്ട് അറിയാവോ? അറിയാം. അതിന്റെ ഒരു 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ചിക്കൻ മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, അതിനെന്തോ ചെയ്യണം? കുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നോക്കണേ, ഈ ശ്യാമ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ അന്ന് കോട്ടയത്ത് അങ്ങോട്ട് പോകേണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന് അതുവഴി കുമളി വഴി അങ്ങ് പോകാം. പുള്ളി നേരെ പുളിയമ്പല വന്നിട്ട് എന്നെ കാണണം, മോനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഈ ഡയറി മിൽക്കിന്റെ 100 രൂപയുടെ ഡയറി മിൽക്ക് ഉണ്ട്, അത് മേടിക്കാൻ വേണ്ടിയിട്ട് കേറിയ കടയുടെ മുമ്പിൽ നിന്നിട്ട് സ്തോത്രകല്ലേലുയ ഈ കടക്കാരനോട് ഇങ്ങനെ പുള്ളി കാറിനകത്തിരുന്നോണ്ട് ഡോർ കൊണ്ടിട്ട് ഗ്ലാസ് കയറ്റി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഡയറി മിൽക്ക് എന്ന് കാണിച്ച 3 ഡയറി മിൽക്ക് ഇങ്ങനെ കാണിച്ചതാ. പക്ഷെ കാണിച്ചത് കോഴി കച്ചവടക്കാരനെ കാണിച്ചേ. ഈ പലചരക്കടയും ഈ കോഴിക്കടയും കൂടെ അടിച്ച അയാള് 3 കോഴിയെ വെട്ടി ഫീസാക്കി. ഈ കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭയങ്കര വലിയ കാറ്, വിലയുള്ള കാറാണ്. അപ്പൊ അതിനകത്ത് ഈ ചിക്കൻ ഒന്നും പുള്ളി കയറ്റത്തുമില്ല. പുള്ളി കടക്കാനോട് ചിക്കൻ കൊണ്ടുപോകുന്ന പറഞ്ഞ അപ്പഴാ പുള്ളിക്ക് പറ്റിപ്പോയി. പിന്നെ കൊടുത്തല്ലേ പറ്റുള്ളൂ. ചിക്കൻ മേടിച്ചു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ദൈവത്തിന് എന്തോ പ്ലാൻ ഉണ്ട്. ചിക്കൻ മേടിച്ച പേപ്പറൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ട് ഇപ്പൊ ഞാന് ചെറിയൊരു അത് ഞാൻ വിശദീകരിച്ചാൽ ആ വീടിനെ പറ്റി ചെറിയൊരു വീടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നിരത്തി പണിതേക്കാ. ഓരോ സെക്ഷൻ ഓരോരുത്തർ താമസിക്കുക. അങ്ങനെ 3 വീടുകളാണ്. അതില് നേരെയാ ഓരോ ഭിത്തി ഇങ്ങനെ മറച്ചിട്ടുണ്ട്. കയറി വരുന്ന ഒരു മറ, അതിനപ്പുറം വേറൊരു മറ, അതിനപ്പുറം അടുക്കള, ചെറിയൊരു ഇത്. അവിടെ ഞാൻ താമസിച്ച് സ്വർഗത്തിലെ അപ്പച്ചൻ എത്ര ഭയങ്കരമായിട്ട് ഞങ്ങളെ മാനിച്ച ഒരു കാലഘട്ടം. പട്ടിണിയും ദാരിദ്ര്യവും അവിടെ ഉണ്ടായിട്ടില്ല. ഭയങ്കര സന്തോഷമുള്ള ജീവിതം. ഈ കാറ് കൊണ്ട് ഞാൻ വരാതെ ഇരിക്കുമ്പോ പത്രം വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. ഈ കാറ് കൊണ്ടുവന്ന് അവിടെ നിർത്തി. കാറ് മോളിൽ കയറ്റി വരത്തില്ല, അത്രയും പൊക്കം കൂടുതലുള്ള സ്ഥലമാണ്. ഈ കാറ് കയറി മോളി വന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേനെ എന്താണ് മാസ്റ്റർ മോൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ അവന്റെ ഡയറി മിൽക്ക് മേടിച്ചതാട്ടെ, കോഴി ഇരിക്കുന്നു, 1 അല്ല 3 കോഴി. തുറന്നു സ്തോത്രം. ഇവൻ അവിടെ എപ്പോഴും പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടില്ല. കോഴി തരാനേന്ന് പറഞ്ഞ് ഇവൻ അവിടെ ഇരിക്കുക. ഇവൻ ഇറങ്ങി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസ ജീവിതം അത്ര മനോഹരം. സ്തോത്രം. അവൻ ഇറങ്ങി വന്ന കോഴിയുമായിട്ട് അവൻ പിടിച്ചോണ്ട് പോകുമ്പോഴത്തേന് എന്റെ പൊന്നുമോൻ ചോദിച്ച ചോദ്യമുണ്ട്, ഇത്രയും തരാ എന്റെ ദൈവം വലിയവനോ? നമ്മുടെ യേശു ഇത്രയും തരൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, ദൈവം അത്ര അങ്ങനെ അത്ഭുതകരമായി അതിശയകരമായി സ്വർഗത്തിലെ അപ്പച്ചൻ വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തി. ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോഴാണ് നമ്മുടെ അമൻ സ്തോത്രം ആ പട്ടണത്തില് ആ ചെറിയ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ ബ്രദർ പിന്നെ കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ആ ദൈവത്തിന്റെ വൃത്തം ഞാന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന തൃശ്ശൂര് ഒരു പട്ടണത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം എനിക്കറിയത്തില്ല, അദ്ദേഹം പിന്നെ അവിടെയുള്ള ഒരു ബാർ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. ഒരു ബാർ ഹോട്ടലിലെ സ്തോത്രം. നെറ്റിന്റെ ഒരു പ്രോബ്ലം വന്നതിന്റെ സ്തോത്രം. ബാർ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു. അപ്പൊ ഞാൻ അവിടെ 3 നില തൃശ്ശൂർ ചെബുക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിന്റെ മറവിൽ അമ്മേന്റെ 3 ദിവസത്തെ പിന്നെ ഉപവാസ പ്രാർത്ഥന അവസാന ദിവസം തോന്നുന്നു. തീരാൻ തോന്നുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു സെക്യൂരിറ്റി വേഷമൊക്കെ ധരിച്ചു ഒരു ചെറുപ്പക്കാരൻ വന്ന് ബാക്കിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ എന്നോട് ദൂത് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ദൂത് പറയാൻ തുടങ്ങി. ദൂത് പറഞ്ഞ് തീർന്നപ്പോഴത്തേന് ഈ ഉണ്ണിച്ചേട്ടൻ, ഞാൻ ഉണ്ണിച്ചേട്ടനാണ് വിളിക്കുന്നത്, ഉണ്ണിച്ചേട്ടൻ ഓടി വന്ന് കരഞ്ഞ് ഞാനാണെന്ന് പറഞ്ഞ് സംസാരിക്കാൻ കേൾക്കുന്നു. അദ്ദേഹത്തോട് കുറെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു.
ഞാനവിടുന്ന് പോരാൻ നേരത്ത് ഈ ഉണ്ണിച്ചേട്ടൻ എന്നോട് ചോദിച്ചു, എന്നെയും കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെറിയ പരിമിതിക്കകത്ത് ജീവിക്കുന്ന ഒരാളാ, ഞാൻ എങ്ങനെയാ ഉണ്ണിച്ചേട്ടനെ കൊണ്ടുപോകുന്നത്? കുഴപ്പമില്ല, ഞാൻ വരാൻ പറഞ്ഞു. ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെ വിശുദ്ധിക്കും നിഷ്കളങ്കതയോടും എന്നാലും വീട്ടിൽ കയറ്റി പാർപ്പിക്കാൻ പറ്റാവുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ദൈവകൃപ, നല്ല മനസാക്ഷി. സ്വത്രം പുള്ളിക്ക് വളരെ തകർച്ചയുടെ നിലയിൽ നിൽക്കുന്ന സമയമായിരുന്നു. സ്വത്രം പുള്ളി കുവൈറ്റ് ദുബായിൽ വെച്ചങ്ങാണ്ട് സ്നാനപ്പെട്ട് നാട്ടിൽ വന്ന് വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോയി. 8 മാസം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. സ്തോത്രം. അദ്ദേഹം എന്റെ കൂടെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, 40 ദിവസം ഉപവസിച്ചു. അതിന്റെ അവസാനം പുള്ളിനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അദ്ദേഹം പത്തനാപുരത്തുള്ള ബൈബിൾ സ്കൂളിൽ വന്ന് പഠിക്കുകയും കർത്താവിന്റെ വേലയിൽ താൻ പ്രസിദ്ധനായി മാറുകയും ചെയ്തു. തന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചത് എനിക്ക് തോന്നുന്നു 8 മാസം എന്റെ ഒപ്പം നിൽക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന കൃപയും ദൈവം എനിക്ക് തന്ന ശുശ്രൂഷയും ഞാന് ദൈവം തന്ന ആലോചനകളും തനിക്ക് കൈമാറുകയും അന്ന് ശ്യാം എന്ന് പറയുന്ന ഈ സഹോദരൻ ഉണ്ടായിരുന്നു. സ്വത്രമില്ലേറിയ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സങ്കടം വരുമ്പോൾ ചത്ത് കളയാമെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഉണ്ണിച്ചേട്ടന്. സ്വത്രം. ഇടുക്കി ഡാമിന്റെ താഴത്ത് വന്നിരുന്ന് രാത്രി 6:30-7 മണിക്ക് പ്രാർത്ഥിച്ച് ദുരാത്മാവ് ഇളകി മാറുകയും കൈവശം ശ്രദ്ധിക്കുകയും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് ആരും അറിയാത്ത ചരിത്രമാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ ഞാനത് പറയുക, ഇത് ലോകത്തിന് ആർക്കും അറിയാത്ത ചരിത്രമാണ്. 8 മാസം എന്റെ ഒപ്പം ഉണ്ടായത്. അങ്ങനെ പലതരത്തിൽ സുവിശേഷകന്മാര്, ദൈവത്തിന്റെ ഭക്തന്മാര് വാർത്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും സ്വത്രം ഒരു 2-3 ചെറുപ്പക്കാര് അതിങ്ങനെ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തില് കൊണ്ടുവന്ന് അവരിങ്ങനെ ദൈവസന്നിധിയിൽ പ്രയോജനമുള്ള മക്കളാക്കിയതിനെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഇതിനെല്ലാം കാരണഭൂതൻ എന്റെ മഹാദൈവമാണ്. എന്റെ അപ്പനും അമ്മയും ഈ സത്യദൈവത്തെ കണ്ടു മുട്ടിയത് കൊണ്ടാണ് എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായത്. സ്തോത്രം. അവർ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാനുള്ള അവരുടെ ആ ഉപദേശവും അവരുടെ ചുറ്റയും ശാസനയുമാണ് ഈ കർത്താവിന് വേണ്ടി ജീവിപ്പാനും കർത്താവിന്റെ വേല ചെയ്യുവാനും സ്വർഗത്തിലെ അപ്പച്ചി സഹായിച്ചത്. ഞാൻ നിന്നോട് ഓർപ്പിക്കട്ടെ, പരാജയങ്ങളും വേദനകളും പ്രതികൂലങ്ങളും എല്ലാം അടിക്കടി ജീവിതത്തിൽ വന്നപ്പോഴെല്ലാം അവിടെ എല്ലാം പിടിച്ചു നിർത്തിയത് മഹാദൈവത്തിന്റെ ശക്തിയാണ്, മഹാദൈവത്തിന്റെ വരമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, അവൻ എല്ലാ കാലത്തും നമുക്ക് മതിയായ ദൈവമാണ്. അവൻ നല്ല സ്നേഹിതനാണ്, അവൻ നല്ല ശമരിയക്കാരനാണ്, അവൻ നല്ല കൂട്ടുകാരനാണ്, നല്ല ആത്മസഖിയാണ്. സ്തോത്രം. സ്തോത്രം. ഏത് കാലഘട്ടത്തിലും നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുവാൻ വിശ്വസ്തനായ ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷം പ്രിയ ജോയ്സ് ടിവിയിലൂടെ കർത്താവിന്റെ ദാസി നേതൃത്വം കൊടുക്കുന്ന ഈ ചാനലിലൂടെ ഇങ്ങനെ യേശുവിനെ കുറിച്ച് എന്നെ നടത്തിയ എന്റെ അപ്പനെ പറ്റി, അവൻ ചെയ്ത സാക്ഷ്യത്തെ പറ്റി പറയുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ മെഡിക്കൽ സയൻസ് ഞങ്ങളെ തള്ളിയതാണ്. ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാകത്തില്ലെന്ന് വിധി എഴുതി. എനിക്ക് 3 സർജറി വേണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ഒരു സർജറി ഈ രാജ്യത്ത് നടക്കത്തില്ല, വിദേശത്തെ നടക്കത്തുള്ളൂ. വേറെ 2 സർജറി കൂടെ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ആ അസുഖങ്ങൾ ഇപ്പോഴും എന്റെ ശരീരത്തുണ്ട്. പക്ഷേ ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് ആ ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ നിനക്ക് മക്കളെ തരും. സ്തോത്രം. ഹല്ലേലൂയ. 13 കൊല്ലത്തിന് ശേഷം ദൈവം ഞങ്ങൾക്ക് മക്കളെ തന്നു. മൂത്തമ്മന്റെ മകൻ 11 വയസ്സായി. അവന്റെ പേര് അമേസ് ബ്ലെസ്സിങ് എന്നാണ് അവന്റെ പേര്. രണ്ടാമതൊരു പെൺകുട്ടി, അവളുടെ പേര് ഹവന ബ്ലെസ്സിങ്. മൂന്നാമത് ഒരു മോളുണ്ട്, അവക്ക് കഴിഞ്ഞ ദിവസം അവക്ക് 5 വയസ്സ് പൂർത്തിയായി. ഹെവൻലി ബ്ലെസ്സിങ്. വൈഫിന്റെ പേര് സൗമ്യ അനീഷ്. ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രിയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസനെ ധാരാളം നന്ദിയുണ്ട്. കർത്താവിന്റെ ദാസൻ ഇച്ചിരി ബിസിയാണെന്ന് എനിക്കറിയാമെങ്കിലും ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ദൈവദാസന് നന്ദി അറിയിക്കുന്നു. ദൈവദാസന്റെ ശരീരത്തിൽ ചില അസ്വസ്ഥതകളുണ്ടായെന്ന് ദേവദാസി കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? പൂർണ്ണ വിടുതലുണ്ടോ? അത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണ വിടുതലായില്ല. എനിക്കൊരു കണ്ണിന് കാഴ്ച ഒരു നഷ്ടപ്പെട്ടു. വലുതരമിന് സ്ട്രോക്ക് വന്ന് കണ്ണിന്റെ ഞരമ്പ് പൊട്ടിയിട്ട് അതങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ദൈവം ചെയ്യണം. അതിനുള്ള വഴികൾ ദൈവം തമ്പുരാൻ തുറക്കണം. ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം.
ഓക്കെ, കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടോ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവും രക്ഷിതാവും വീണ്ടെടുക്കുവാനുമായ മഹാദൈവത്തിന്റെ അധികാരമുള്ള നാമത്തിൽ ക്രിസ്തയേശുവിലൂടെ ഞങ്ങൾക്ക് തന്ന വലിയ വിടുതലിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ ആമേ കർത്താവിന്റെ ശ്രേഷ്ഠദാസി ആമേൻ തന്റെ ഹൃദയത്തിൽ ദൈവം എടുത്ത ആലോചനയിൽ ആമേൻ തന്നിലൂടെ ദൈവം ആമേൻ ഈ മാധ്യമത്തിലൂടെ വിവിധ ഇടങ്ങളിലേക്ക് ദൈവം ചെയ്യുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ ജനിപ്പിക്കുമെന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുക. കർത്താവെ സഹായിക്കണമേ. ആമേൻ. വിമർശനങ്ങൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, ആമേൻ സ്തോത്രം, ഒക്കെ വെളിപ്പെടാം. പക്ഷെ അതിന്റെ എല്ലാ നടുവിലൊന്നും നോക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങളുടെ ദാസിയെയും തന്റെ കുടുംബത്തെയും തലമുറകളെയും ദൈവം ആദരിക്കണമേ. ആമേൻ. മുൻകാലങ്ങളിൽ ആമേൻ ജോയ്സ് ടിവിയിലൂടെ സാക്ഷ്യം പറഞ്ഞ സകല കർത്തദാസന്മാരെയും കർത്തദാസന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഈ പകൽ എനിക്കും അങ്ങനെ ഒരു സാഹചര്യം അമേൻ മഹാദേവ് ഒരുക്കി തന്നല്ലോ. നന്ദി പറയുന്നു അപ്പ. കർത്താവെ, അടിയൻ പറഞ്ഞ സാക്ഷ്യവും വചനവും അനേകരുടെ ജീവിതത്തിൽ വിടുതലും ഉദ്ധാരണത്തിനും കാരണമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം മാനിക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യണം, വിടുതലൊരുക്കണം. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവിന്റെ ദാസനെ ഒരു മടിയും കൂടാതെ പകൽക്കാലം മുഴുവൻ രാവിലെ പോയതാണല്ലോ, എനിക്കറിയാം. കർത്താവിന്റെ ദാസൻ കടന്നു വന്ന ഉടനെ നമ്മളോടൊത്ത് സഹകരിച്ചു. വളരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ശരീരത്തെ ബലപ്പെടുത്തട്ടെ. ഒത്തിരി നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തട്ടെ. ആമേൻ.